അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നപ്പോ ഇവിടെ ഭൂരിപക്ഷ തീവ്രവാദികള്, ഭൂരിപക്ഷ ഭീകരവാദികള്, ആ ഭീകരവാദികള് എത്ര വർഷമായി സഹോദരങ്ങളെ, ധാരാളക്കണക്കിന് വർഷങ്ങളായി തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ട്, സമൂഹത്തെ തയ്യാറാക്കിയിട്ട്, പക്ഷേ കേരളത്തിന്റെ മണ്ണിൽ അതിന് വേരോട്ടം കിട്ടുന്നില്ല. കാരണം ഇത് പ്രയോഗിക്കണമെങ്കിൽ മണ്ണ് ശരിയാകണ്ടേ? മണ്ണ് ശരിയാകില്ല. കാരണം എന്താണ്? ഇവിടെ തീവ്രവാദത്തെ എല്ലാവരും എതിർക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അതിൽ നിന്നും മാറിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് പിന്നീട് വന്നത്. ബാബരി മസ്ജിദ് തകർച്ചയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള തീവ്രവാദ മുന്നേറ്റങ്ങൾ അങ്ങോട്ടാണ് നീക്കിയത്. സ്വാഭാവികമായും മഅ്ദനിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങളുടെ നിലപാടെന്താണ് എന്ന ചോദ്യം സ്വാഭാവികമാണ്, ന്യായമായും ഉത്തരം ലഭിക്കേണ്ട ഒരു ചോദ്യമാണ്. ഞാനത് അംഗീകരിക്കുന്നു. അബ്ദുൽ നാസർ മഅ്ദനി എന്ന് പറഞ്ഞ ആ മനുഷ്യനെ വിചാരണക്ക് പോലും വിധേയനാക്കാതെ ജയിലിൽ താമസിപ്പിക്കുന്നത് ഇന്ത്യക്ക് അപമാനമാണ് എന്നാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആ വിഷയത്തിലുള്ള നിലപാട്. ഒരു സംശയവുമില്ല. ഏത് മനുഷ്യനായിരുന്നാലും, അബ്ദുൽ നാസർ മഅ്ദനി മാത്രമല്ല, ഒരു ഫാസിസ്റ്റ് പെട്ട ഒരാളാണ് കരുതുക, ബാൽ താക്കറെ, അയാളെ പിടിച്ചിട്ട് വിചാരണക്ക് പോലും വിധേയനാക്കാതെ മഅ്ദനിയെ പോലെ താമസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ചെയ്ത പ്രവൃത്തി അത് മനുഷ്യത്വരഹിതമാണെന്ന് പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മഅ്ദനിയോട് ചെയ്യുന്നത് പൂർണ്ണമായും അനീതിയാണ്. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ വേറെ ഒരു നിലപാടുണ്ട്. ആ നിലപാട് ഇവിഷയവുമായി ബന്ധപ്പെട്ടല്ല. മഅ്ദനിയുടെ ആദർശം, മഅ്ദനി പറഞ്ഞിട്ടുള്ള ആദർശം, മഅ്ദനി പ്രസംഗിച്ചിട്ടുള്ള ആദർശം, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കേരളത്തിലെ മൈതാനങ്ങൾ തെരഞ്ഞെടുത്തുകൊണ്ട് ബാബരി മസ്ജിദ് തകർന്ന സന്ദർഭത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു തുള്ളി ചോരക്ക് ഒരു കുടം ചോര എന്ന കേസറ്റ് നമ്മൾ മറന്നുപോയിട്ടില്ലല്ലോ. അത്തരത്തിലുള്ള ഒരു സമീപനം മഅ്ദനി ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്ന് ആ പ്രസംഗങ്ങൾ തുടർന്നാൽ, ആ നിലപാട് തുടർന്നാൽ, മുജാഹിദ് പ്രസ്ഥാനം തെരുവിൽ വെച്ച് മഅ്ദനിയെ നേരിടും. ആദർശം കൊണ്ട്, ഖുർആൻ കൊണ്ട്, ഹദീസ് കൊണ്ട് ഇതിൽ ആർക്കും ഒരു തർക്കവും വേണ്ട. അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുക. ആ നിലപാട് അദ്ദേഹം എടുക്കാൻ ഒരു സാധ്യതയുമില്ല. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് വിഷയാധിഷ്ഠിതമാണ് നിലപാടുകൾ. അദ്ദേഹത്തിന്റെ കാസറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഫാസിസ്റ്റുകൾ മെമ്പർഷിപ്പ് വർദ്ധിപ്പിച്ചു എന്നത് പരസ്യമായ രഹസ്യമല്ലേ? എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? അപ്പോൾ വൈകാരിക സമീപനങ്ങൾ മുസ്ലിങ്ങളിൽ നിന്ന് ഉണ്ടാകണം എന്ന് ഫാസിസ്റ്റുകൾ ആഗ്രഹിക്കുന്നു. മുസ്ലിങ്ങളിൽ നിന്ന് അത്തരം സമീപനങ്ങൾ ഉണ്ടാകണം. ഇനിയും ഒന്നോ രണ്ടോ അശ്വത് കുമാർമാരെ നിങ്ങൾ കൊന്നോളൂ, ആ കൊല്ലം കുറച്ച് ക്രൂരവുമാകട്ടെ എന്നവർ ആഗ്രഹിക്കുന്നു. എങ്കിൽ മാത്രമേ അജണ്ട പുറത്തെടുക്കാൻ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ ഇപ്പോൾ ഏതാനും മെമ്പർമാരാണെങ്കിൽ അടുത്തത് പഞ്ചായത്ത് തന്നെയും പിടിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ എന്ന ചിന്തയിലേക്കാണ് അവർ ഉള്ളത്. അതുകൊണ്ട് ആ ആയുധം പുറത്തെടുക്കാൻ സമ്മതിക്കാതിരിക്കലാണ് ബുദ്ധി. അതുകൊണ്ട് സഹോദരങ്ങളെ, മുജാഹിദ് പ്രസ്ഥാനം ഫാസിസത്തിനെതിരെ എന്ത് ചെയ്തു? നിങ്ങൾ RSSന്റെ നീക്കത്തിനെതിരെ എന്ത് ചെയ്തു? ന്യായമായ ചോദ്യമാണ്. മുജാഹിദ് പ്രസ്ഥാനം ചെയ്തിട്ടുള്ളത് ആ ഫാസിസ്റ്റുകൾ അവരുടെ കയ്യിലുള്ള ആയുധം പുറത്തെടുക്കാൻ അവസരം നൽകരുത് എന്ന് സമൂഹത്തെ പഠിപ്പിച്ചു. ബാബരി മസ്ജിദ് തകർന്ന ആ ഡിസംബർ 6 കഴിഞ്ഞതിന് ശേഷം അതേ ഡിസംബർ മാസത്തിന്റെ അവസാനത്തെ 4 ദിവസം, ആ 4 ദിവസം പാലക്കാട്ടെ കോട്ട മൈതാനിയിലേക്ക് മതം മനുഷ്യ സൗഹാർദ്ദത്തിന് എന്ന ഉന്നതമായ മുദ്രാവാക്യവുമായി സഹോദരങ്ങളെ കേരള ജനതയെ മുജാഹിദ് പ്രസ്ഥാനം ക്ഷണിച്ചു. ആ ക്ഷണത്തിന് മുമ്പ് ഫാസിസത്തിനെതിരെ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചവരെ നിഷേധിക്കാൻ സാധിക്കുമോ? കണ്ണൂരിലും കോഴിക്കോട്ടും തിരുവനന്തപുരത്തും കോട്ടയത്തും കാസർകോട്ടും ഓഡിറ്റോറിയങ്ങൾ തെരഞ്ഞെടുത്ത് വ്യത്യസ്ത മതനേതാക്കന്മാരെ ഒരേ വേദിയിൽ ഇരുത്തിക്കൊണ്ട് ഉത്തരേന്ത്യ കത്തുന്ന സന്ദർഭത്തിൽ പറഞ്ഞു, തീവ്രവാദം മതം പഠിപ്പിക്കുന്നില്ല. അച്ഛൻ പ്രസംഗിച്ചു, പിന്നീട് സ്വാമി പ്രസംഗിച്ചു, മുസ്ലിയാർ പ്രസംഗിച്ചു, നമ്മളത് കോർഡിനേറ്റ് ചെയ്ത് മൗലവിയും പ്രസംഗിച്ചു. അങ്ങനെ എല്ലാവരും ഒറ്റക്കെട്ടായി. അതോടുകൂടി ഇന്ത്യ കത്തുമ്പോൾ കേരളം ഒരു അപവാദമായി മാറി. ആർക്കെങ്കിലും നിഷേധിക്കാൻ സാധിക്കുമോ? അന്ന് മാതൃഭൂമി പത്രമെഴുതി, അത്ഭുതമാണ് ഈ സമ്മേളനം, ഈ രാജ്യം മുഴുവനും കത്തിക്കൊണ്ടിരിക്കുമ്പോ ഈ ഒരു വിഭാഗത്തിനല്ലാതെ ഇത് സംഘടിപ്പിക്കാൻ സാധ്യമല്ല. അങ്ങനെ ഫാസിസത്തിനെതിരെ ആദർശത്തിന്റെ, തത്വത്തിന്റെ, ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ മുജാഹിദ് പ്രസ്ഥാനം പൊരുതിയിട്ടുണ്ട്. ഇന്നും മുജാഹിദ് പ്രസ്ഥാനം ഈ ക്യാമ്പയിൻ പ്രസംഗം നടത്തുന്നത് എന്തിനാണെന്നറിയാമോ? അവരുടെ ആയുധം പുറത്തെടുക്കാതിരിക്കാനാണ്. അതുകൊണ്ട് സമാധാനപരമായി നമ്മൾ
മുന്നോട്ട് പോകണം. എന്താണ് നമ്മുടെ ലക്ഷ്യം? നമ്മുടെ ലക്ഷ്യം സഹോദരങ്ങളെ അള്ളാഹുവിന്റെ കലിമത്ത് ഉന്നതമാക്കലാണ്, ഈ ദഅവത്ത് എത്തിച്ചു കൊടുക്കലാണ്. നമ്മൾ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കണം എന്ന് പറഞ്ഞ് യുദ്ധം ചെയ്യാൻ ആരോടാണോ യുദ്ധം ചെയ്യാൻ പോകുന്നത് ആ സമൂഹത്തിന്റെ അവസ്ഥ എന്താണ്, അവർക്ക് ഇസ്ലാം എന്താണെന്ന് അറിയാമോ സഹോദരങ്ങളെ? 1996 തൃശൂരിലെ ശക്തൻ തമ്പുരാൻ നഗറിൽ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് സംസ്ഥാന സമ്മേളനം നടക്കുകയാണ്. ആ സമ്മേളനം നടക്കുമ്പോ ഇശാ ബാങ്ക് കൊടുത്തു. അത് അവിടുത്തെ കലക്ടർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബാങ്ക് കൊടുത്തപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്നു. വീണ്ടും അദ്ദേഹം എഴുന്നേറ്റ് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, അല്ലാഹു അക്ബർ. എനിക്കറിയാം അതിന്റെ അർത്ഥം. അക്ബർ ചക്രവർത്തി മഹാൻ, അക്ബർ ചക്രവർത്തി മഹാൻ. എന്തിന്റെ അർത്ഥം? അല്ലാഹു അക്ബറിന്റെ അർത്ഥം പറഞ്ഞത് ആരാന്നറിയാമോ? ഉപ്പും പെട്ടിന്മേലിരിക്കുന്ന രാഘവേട്ടനല്ല, മറിച്ച് IAS പാസ്സായ ടിക്കാറാം മീണ. ഇവരോടാ യുദ്ധം ചെയ്യാൻ പോകുന്നത്. വെക്കട നിന്റെ ബോംബ് അവിടെ, നിന്റെ രഹസ്യ ക്ലാസ് നിർത്തട. എന്നിട്ട് വിശുദ്ധ ഖുർആന്റെ പ്രതി എടുത്തിട്ട് അള്ളാഹു എന്ന ഉസ്മാൻ ഡോക്ടറുടെ ആ ലഘു കൃതി എടുത്തിട്ട് അക്ബർ സാഹിബിന്റെ മേത്തറിന്റെ പ്രസംഗം എടുത്തിട്ട് ടിക്കാറാം മീണയുടെ അടുത്തേക്ക് പോകൂ, രാഘവേട്ടന്റെയും സുകുമാരന്റെയും അടുത്തേക്ക് പോയിട്ട് ഇതൊന്ന് കേട്ടു നോക്കൂ, ഇതൊന്ന് വായിച്ചു നോക്കൂ എന്ന് ഈ ആദർശം എത്തിച്ചു കൊടുക്ക്. അതല്ലേ നമ്മൾ ചെയ്യേണ്ട ജിഹാദ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജിഹാദ് നമ്മൾ നടത്തണം. പട്ടെടുക്കുക, ചാടുക, മരിക്കുക. ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി. നാപ്പോ ഇവിടെ കുറച്ച് ആൾ ആവശ്യമുണ്ട്. എന്നറിയോ? മര്യാദയ്ക്ക് സുബൈക്കൊക്കെ എണീറ്റ് സുബൈ ജമാഅത്തിനൊക്കെ പോയി നിര്യാണ്ട് മുകളിൽ പിന്നെ വസ്ത്രം ധരിച്ചുകൊണ്ട് താടിയൊക്കെ നീട്ടി സുന്നത്തുകളൊക്കെ എടുത്ത് അള്ളാന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന കുറച്ച് ആൾ ആവശ്യം. ജീവിക്കാൻ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ കുറച്ച് ഒരു റിക്രൂട്ട്മെന്റ് നടത്തണ്ടേ? ഇവിടെ അതാവശ്യം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഖുർആൻ പറഞ്ഞ ഷഹീദ് എന്നാ പറഞ്ഞത്. എങ്കിൽ സഹോദരങ്ങളെ, റസൂലുള്ള എങ്ങനെയാ മരിച്ചത്? റസൂലുള്ള വഫാത്തായത് നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ചുകൊണ്ടാണ്. ആ ഉമ്മയോടൊപ്പം അല്ലാഹു നമ്മെ സ്വർഗ്ഗത്തിൽ എത്തിക്കുമാറാകട്ടെ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ചുകൊണ്ടാണ് റസൂലുള്ള മരിച്ചത്. റസൂലുള്ള ഷഹീദാണ്. ഇസ്ലാമിന് ഷഹീദാവുക, ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുക, അത് പ്രബോധനം ചെയ്യുക. അതിന്റെ ഇടക്ക് ജീവൻ കൊടുക്കേണ്ടി വന്നാൽ തയ്യാറല്ല. സാധിച്ചു നോക്കൂ സഹോദരങ്ങളെ, ഇങ്ങനെ ആയുധെടുത്ത് പോരാണ്ടേണ്ടതുണ്ട് എന്ന് ഖുർആൻ കൊണ്ട് മനസ്സിലാകുകയാണെങ്കിൽ ഞാൻ ഉറച്ചു പറയുന്നു, ആദ്യം അത് ചെയ്യാൻ മുജാഹിദ് പ്രസ്ഥാനമായിരിക്കും. ഒരു സംശയവും വേണ്ട. സ്വന്തം വാപ്പാന്റെ അടുത്ത് നേറുകൊണ്ട മനുഷ്യന്മാരല്ലേ മുജാഹിദുകള്. സ്വന്തം മഹല്ല് കമ്മിറ്റി പുറത്താ എന്റെ നിക്കാഹ് ഞങ്ങൾ നടത്തൂലടോ, എന്റെ മയ്യത്ത് എവിടാണ് കബറെടുക്കുക, ഞങ്ങൾക്കൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് ആ പീഡനം സഹിക്കുന്ന മുജാഹിദുകളല്ലേ ആയുധെടുത്ത് പോരാടേണ്ടതുണ്ടെങ്കിൽ ആദ്യം മുന്നോട്ട് വരിക. എന്താ ഇതിൽ സംശയം? അങ്ങനെയൊന്നില്ല. അങ്ങനെയൊന്നും ഇന്ത്യ രാജ്യത്ത് ചെയ്യാൻ പറ്റില്ല. ചെയ്താൽ അത് ദഅവത്തിന് തടസ്സമായി തീരും. സമാധാനപരമായ അന്തരീക്ഷത്തിൽ മാത്രമേ ദഅവത്ത് നടക്കുകയുള്ളൂ. മാറാട് പ്രദേശത്ത് സഹോദരങ്ങളെ വർഷങ്ങളോളം എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ ഭാഗത്തുള്ളവർക്ക് കരഞ്ഞുകൊണ്ട് മാത്രമേ അത് പറയാൻ പറ്റുകയുള്ളൂ. വർഷങ്ങളോളം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സന്ദേശം പറയാൻ പെർമിഷൻ കിട്ടിയില്ല. നമുക്കതാണ് പ്രശ്നം, അവിടെയാണ് നമ്മുടെ വിഷമം. അതെവിടെ എത്തിയെന്നറിയാമോ? മാറാട് ഈ കലാപം നടക്കുന്നതിനിടയിൽ നമ്മൾ കാണേണ്ട ഒരു വാർത്തയുണ്ടായിരുന്നു. എന്താണ് ആ വാർത്ത? ഒരൗലിയ മരിച്ച്, മാറാട്ടൊരു ഔലിയ മരിച്ച്. അയാൾ പറഞ്ഞു, ഞാൻ മരിച്ച ഞങ്ങൾ മയ്യത്ത് മറവണാൻ പാടില്ല, 4-ാം ദിവസം ഞാൻ എണീറ്റ് വരും എന്ന് പറഞ്ഞു. 4 ദിവസം പാവം സമൂഹം കാത്തുന്നു. നാറാൻ തുടങ്ങി. നാറിയതാ മയ്യത്ത് മാത്രമല്ല, അവരുടെ മനസ്സിലുള്ള ശിർക്കിന്റെ നാറ്റമല്ലേ ആ കേട്ടത്. അവിടെ പോയൊരു തൗഹീദ് പറയാൻ സാധിക്കാത്തതിൽ വിഷമമുണ്ട്, പ്രയാസമുണ്ട്. സാമുദായിക കലാപം വന്നപ്പോ അള്ളാന്റെ കലിമത്ത് ഉന്നതമാക്കുന്ന പ്രവർത്തനം നമ്മൾ നിർത്തിവെക്കേണ്ടി വന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് പെർമിഷൻ കിട്ടണം. നമ്മൾ ഇന്ത്യ രാജ്യത്ത്, നിങ്ങൾക്കറിയുമോ, ഇന്ത്യ രാജ്യത്ത് ഒരങ്ങാടിയിൽ ഒരു മൈക്ക് പെർമിഷൻ എടുത്താൽ മൻമോഹൻ സിംഗ് കള്ളനാന്ന് 10 പ്രാവശ്യം പറഞ്ഞ പോലീസുകാർ ചിരിക്കും. അതാ അവിടുത്തെ സ്വാതന്ത്ര്യം. സംശയമുണ്ടോ? ശ്രീരാമനെ ആരാധിക്കാൻ പാടില്ല, ശ്രീകൃഷ്ണനെ ആരാധിക്കാൻ പാടില്ല, അമ്മയും ബാബയും മരിച്ചു പോകും, കൂട്ടരെ അവരോടല്ല പ്രാർത്ഥിക്കേണ്ടത് എന്ന 100 കേസറ്റുകൾ നമ്മുടെ നാട്ടിന് പ്രസംഗിച്ചത് ഇവിടെ കിട്ടുന്നില്ലേ? ഇതിലും വലിയ സ്വാതന്ത്ര്യം എന്താ? ബഹുഭൂരിപക്ഷം വരുന്ന ആളുകള് നിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യന്മാരെ അല്ല ആരാധിക്കേണ്ടത്, അല്ലാഹുവിനെയാണ് ആരാധിക്കേണ്ടതെന്ന് പറയാൻ പോലീസിന്റെ പ്രൊട്ടക്ഷൻ. അവിടെ സ്റ്റേജ് കയ്യേറിയാൽ കയ്യേറിയവർക്കെതിരെ ശ്രീരാമനെ ആരാധിക്കാൻ പാടില്ല എന്ന് പ്രസംഗിച്ച ആ സ്റ്റേജ് കയ്യേറിയവർക്കെതിരെ പോലീസ് കേസ്. അതല്ല ഇന്ത്യ രാജ്യം.
അതല്ല ഇന്ത്യ രാജ്യം. ഇത്രയും വിശാലമായ സ്വാതന്ത്ര്യം വേറെ എവിടെയുണ്ട് സഹോദരങ്ങളെ? ഈ സ്വാതന്ത്ര്യം യഥാവിധി ഉപയോഗപ്പെടുത്തുകയല്ലേ നമ്മൾ വേണ്ടത്? അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭൂരിപക്ഷം വരുന്ന, ബഹുഭൂരിപക്ഷം വരുന്ന, അള്ളാഹു എന്ന പദത്തിന്റെ അർത്ഥമറിയാത്ത, ഇസ്ലാം എന്താണെന്ന് പ്രാഥമികമായി പോലും അറിയാത്തവരിലേക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുകയല്ലേ നമ്മൾ വേണ്ടത് എന്ന് യഥാവിധി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വജാഹിദൂ ഫില്ലാഹി ഹഖ്ക ജിഹാദിഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ വിധിപ്രകാരം, മുറപ്രകാരം യഥാർത്ഥ ജിഹാദ് നിങ്ങൾ നടത്തണം. ഹുവജ്തബാക്കും, അതിനുവേണ്ടി അള്ളാഹു നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, ദീനിന്റെ കാര്യത്തിൽ അള്ളാഹു നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കിയിട്ടില്ല. മില്ലത അബീക്കും ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാർഗം, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടത്തിയ ആ ജിഹാദിന്റെ പാതയിൽ നമ്മളും ജിഹാദ് നടത്തണമെന്ന് മാത്രമല്ല, ആ ജിഹാദിന് വേണ്ടി അള്ളാഹു നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അതിന്റെ പേരിൽ മുസ്ലിം എന്ന പേര് നമുക്കിട്ടിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിലെ 22-ാമത്തെ അധ്യായം സൂറത്ത് ഹജ്ജിലെ ഏറ്റവും അവസാനത്തെ ആയത്തിൽ, 78-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം. ആ ജിഹാദിന്റെ പാതയിൽ നമ്മൾ മുന്നോട്ട് പോകണം. വജാഹിദ്ഹും ബിഹി ജിഹാദൻ കബീറാ, ഏറ്റവും വലിയ ജിഹാദ്, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ജിഹാദ്, വജാഹിദ്ഹും ബിഹി ജിഹാദൻ കബീറാ. അതുകൊണ്ട്, അഥവാ വിശുദ്ധ ഖുർആൻ കൊണ്ട് നിങ്ങൾ ഏറ്റവും വലിയ ജിഹാദ് നടത്തുക. അതെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബിയുടെ വിഗ്രഹത്തെ തച്ചുടച്ചു, ഇസ്മായിൽ നബിയുടെ വിഗ്രഹത്തെ തച്ചുടച്ചു, ലാത്തയുടെ, ഉസ്സയുടെ, മനാത്തയുടെ വിഗ്രഹത്തെ തച്ചുടച്ചു. പിക്കാസ് എടുത്തുകൊണ്ടല്ല, ആയുധം എടുത്തുകൊണ്ടല്ല. മഹാനായ റസൂലുള്ള വിശുദ്ധ ഖുർആനാകുന്ന ആയുധവുമായി സമൂഹത്തിന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ആ ഖുർആനിലൂടെ അള്ളാഹ് ആരാന്ന് പഠിപ്പിച്ചു. അള്ളാഹ് ആരാന്ന് മനസ്സിലായപ്പോ ഇനി എന്തിനാ വിഗ്രഹം? അള്ളാഹ് കാരുണ്യവാനാണ്, മനസ്സിലുള്ളത് അറിയുന്നവരാണ്. ജീവനാടിയേക്കാൾ അള്ളാഹുവിന്റെ അറിവും കഴിവും നമ്മൾ അടുത്തിരിക്കുന്നു. പിന്നെന്തിനാ വിഗ്രഹം? അതുകൊണ്ട് വേണ്ട. അവർ സ്വയം തീരുമാനിച്ചു. ആരാണോ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ചത് അവർ സ്വയം മാറി. മക്കം ഫത്ഹിന്റെ സന്ദർഭത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിലനിൽക്കെ തന്നെ വിഗ്രഹം ഉണ്ടാക്കി വെച്ചവർ തന്നെ സ്വയം വിഗ്രഹമെടുത്ത് പുറത്തേക്കിട്ടു. ഇത് റസൂലുള്ള നടത്തിയ ജിഹാദല്ലേ? അതേ, വിഗ്രഹം പൊളിക്കുന്ന ജിഹാദ്. എങ്കിൽ സഹോദരങ്ങളെ, ആ ജിഹാദ് ആരാണ് ഇവിടെ നടത്തുന്നത്? എനിക്ക് പറയാൻ സാധിക്കും, കേരളത്തിൽ ആയിരക്കണക്കിന് വിഗ്രഹങ്ങൾ വിശുദ്ധ ജിഹാദിലൂടെ മുജാഹിദ് പ്രസ്ഥാനം പൊളിച്ചു മാന്തി എറിഞ്ഞിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം ആയിരക്കണക്കിന് വിഗ്രഹങ്ങൾ മാത്രമല്ല, മഹാനായ റസൂലുള്ളാഹി ഈ വിഗ്രഹങ്ങളൊക്കെ പുറത്തേക്കെടുക്കുന്ന സന്ദർഭത്തിൽ അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞത് എന്താണ്? അലി, നീ പോയി നോക്കുക, അല്ലാത്ത അതിംസാലൻ ഇല്ലാ തമസ്തഹു വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു. അവർ പുറത്തേക്കെടുത്തിട്ട വിഗ്രഹങ്ങൾ വല്ലതും നശിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ഇല്ലാ തമസ്തഹു, അത് മുച്ചൂടം നശിപ്പിച്ച് കളയണം. കാരണം എന്താ? റിപ്പയർ ചെയ്ത് പിന്നെ നേരെ വെക്കും. അതുകൊണ്ട് അതിന് ചാൻസ് കൊടുക്കണ്ട, പൊളിച്ചുകളാ, തീർന്നില്ല. വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു, പൊന്തി നിൽക്കുന്ന കബറുകൾ നീ തട്ടി നിരപ്പാക്കണം, അത് നശിപ്പിക്കാതെ വിടാൻ പാടില്ല എന്ന് റസൂലുള്ള പറഞ്ഞില്ലേ? എങ്കിൽ സഹോദരങ്ങളെ, മുജാഹിദ് പ്രസ്ഥാനം, നിങ്ങൾക്ക് ജിഹാദ് ഉണ്ടോന്ന് ആരാടാ ചോദിക്കുന്നത്? ജിഹാദിന്റെ പേരിട്ടവരോട്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേര് തന്നെ ജിഹാദ് ചെയ്യുന്ന പ്രസ്ഥാനം. എന്നിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ജിഹാദ്, ഇബ്രാഹിം അലൈഹിസ്സലാം ചെയ്ത ജിഹാദ്, റസൂലുള്ള തുടർത്തിയ ആ ജിഹാദ് മുജാഹിദ് പ്രസ്ഥാനം ചെയ്യുന്നുണ്ട്. ചെയ്യുക വഴി നൂറുകണക്കിന്, ആയിരക്കണക്കിന് വിഗ്രഹങ്ങളെ, പൊന്തി നിൽക്കുന്ന കബറുകളെ തകർത്തിട്ടുണ്ട്, ഇപ്പോഴും തകർത്തുകൊണ്ടിരിക്കുന്നു. ഒരു സംശയവും വേണ്ട. പക്ഷേ മുജാഹിദ് പ്രവർത്തകർ ഒരു മിനി ബസ് വിളിച്ച്, അല്ലെങ്കിൽ ഒരു മിനി ലോറി വിളിച്ച് കുറെ പിക്കാസുമായെടുത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും പറഞ്ഞ് പുത്തമ്പള്ളി ജാറത്ത് പോയിറങ്ങി കൊത്തിമാന്തിയതല്ല. മറിച്ച് അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പാവപ്പെട്ട സാധാരണക്കാരായ മുസ്ലിങ്ങൾ ഖുർആൻ പഠിക്കാൻ അവരെ സമ്മതിച്ചില്ല, ഹദീസ് പഠിക്കാൻ അവരെ സമ്മതിച്ചില്ല. അവരിലേക്ക് വിശുദ്ധ ഖുർആനിന്റെ ക്ലാസുകൾ മുഖേന, അതേപോലെ തന്നെ തൗഹീദി പ്രഭാഷണങ്ങൾ മുഖേന, ഖണ്ഡന പ്രസംഗങ്ങൾ മുഖേന, വാദപ്രതിവാദങ്ങൾ മുഖേന അടിച്ചു. എടാ, വിളിക്കാൻ പറ്റും, ശരിക്ക് ചിന്തിച്ചു നോക്ക്. മുഹീദ്ദീൻ ഷെയ്ഖിനെയാണോ നിനക്ക് കൂടുതൽ അറിയാം? അത് അള്ളാനെയാണോ? അള്ളാഹ്ക്കാണോ നിന്നെ കൂടുതൽ പരിചയം? അതോ ഷെയ്ഖിനാണോ?
എന്ന് ചിന്തിക്കെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യ മനസ്സിലുള്ള വിഗ്രഹങ്ങൾ മുജാഹിദ് പ്രസ്ഥാനം തകർത്തു. ഈ പ്രവർത്തനം സഹോദരങ്ങളെ നമ്മളൊക്കെ ഏറ്റെടുക്കേണ്ടതാണ്. ഈ മാർഗത്തിൽ നമ്മൾ മുന്നോട്ട് പോകേണ്ടതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പ്രവർത്തനത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനെയൊക്കെയാണ് ആശയപരമായ കാര്യങ്ങളെങ്കിലും പിന്നെയും അതിശക്തമായി ഇതൊന്നും ശരിയല്ല, അതിനൊക്കെ മറുപടി ഉണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അത് നമുക്കൊന്ന് ഫോൺ ചെയ്ത് നോക്കാം. പറഞ്ഞുകൊണ്ട് വീണ്ടും ഇതിനെ ന്യായീകരിക്കാൻ ഒരു കാരണമുണ്ട്. ഇതിന്റെ വേര് കിടക്കുന്നത് എവിടെയാണെന്ന് ഇതിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ബഹുമാന്യ സുഹൃത്ത് അനസ് മുസ്ലിയാർ ഷാർജയിൽ വെച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അതിന്റെ കേസറ്റ് നിങ്ങൾ കാണണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിന്റെ വേര് പോകുന്നത് മറ്റൊരു ഭാഗത്തേക്കാണ് സഹോദരങ്ങളെ. അത് യഥാർത്ഥമായ പാതയല്ല, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പാതയല്ല സഹോദരങ്ങളെ. ഈ സഹോദരങ്ങളുടെ കലണ്ടറാണിത്, 2005 കലണ്ടറാണിത്. സ്വാഭാവികമായും ഒരു പ്രസ്ഥാനത്തിന്റെ കലണ്ടറിൽ അതിൽ ഒരു രേഖ കൊടുക്കുമ്പോ, അതൊരു ചിത്രം കൊടുക്കുമ്പോ അവർ പ്രതിദാനം ചെയ്യുന്ന, അവർ ആരിൽ നിന്ന് ആവേശം ഉൾക്കൊള്ളുന്നു എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാകില്ലേ? എങ്കിൽ സഹോദരങ്ങളെ, ഇതിന്റെ വേരെങ്ങോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഇതാ ഹസനുൽ ബന്ന, ഇഖ്വാനുൽ മുസ്ലിമൂന്റെ താത്വികാചാര്യനായ ഹസനുൽ ബന്നയുടെ ഫോട്ടോമാണ് 2005 ഫെബ്രുവരി മാസം ഈ ആളുകൾ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ 2005 ജൂൺ മാസത്തിൽ ഡോക്ടർ അലി ശരീഅത്തിയുടെ ഫോട്ടോയാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള മുഹമ്മദ് സയ്യിദ് കുത്തുബിന്റെ ഫോട്ടോ ആണ് മറ്റൊരു മാസത്തിൽ കൊടുത്തിട്ടുള്ളത്. ഈ മൂന്നാളുകളുടെ പേര് ഞാൻ പറയാൻ കാരണം, ആരാണ് ഈ അലി ശരീഅത്തി? ഉദാഹരണമായി പറഞ്ഞാൽ ആരാണ് ഈ അലി ശരീഅത്തി? നമ്മൾ മനസ്സിലാക്കണം. അലി ശരീഅത്തി ഷിആ നേതാവാണെന്ന കാര്യത്തിൽ തർക്കമുണ്ടോ? അലി ശരീഅത്തി എഴുതിയ രചനകൾ, ബഹുമാന്യനായ ഹുസൈൻ സലഫിയുടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു സീരീസ് ഉണ്ട്, നിങ്ങൾ കേൾക്കണമെന്ന് അറിയിക്കുകയാണ്. അതിൽ രേഖാസഹിതം ഓരോ കിതാബിന്റെയും പേരും പേജും അടക്കം അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. അലി ശരീഅത്തി എന്താണ് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിനും ജാഹിലിയത്തിനും ഇടക്കുള്ള ഇടക്കണ്ണിയാണ് എന്നാണ് അലി ശരീഅത്തി പറഞ്ഞിട്ടുള്ളത്. ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാങ്ക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്നതോടുകൂടി അവസാനിക്കുന്നില്ല, അശ്ഹദു അന്ന അലിയൻ വലിയുള്ളാഹ് എന്നുകൂടി അവർക്ക് പറയണം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഈ മൂന്നാളുകളും കാഫിറുകളാകുന്നു എന്ന് വിശ്വസിക്കുന്നവരല്ലേ അവർ? എന്നിട്ടോ അവർ അംഗീകരിക്കുന്നത് ഒന്നാമത്തെ ഖലീഫയാകേണ്ടിയിരുന്നത് അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്നാണ്. ഫിൽ ജന്ന എന്ന് റസൂലുള്ളാഹി പറഞ്ഞ മൂന്നാളുകളെ അംഗീകരിക്കാത്ത, അവരുടെ പേരിൽ ശാപം ചൊരിയുന്ന, 3 സഹാബികളല്ലാത്ത എല്ലാവരും മുർത്തദ്ദുകളായി എന്ന് പറയുന്ന ഈ ആളുകളുടെ നേതാവിന്റെ ഫോട്ടോ എന്തിനാണ് സഹോദരങ്ങളെ? നമ്മൾ യുദ്ധം ചെയ്യേണ്ടതില്ലേ? ഏതായാലും മരിക്കണ്ടേ, അതേതായാലും ജിഹാദിന്റെ മാർഗത്തിലായിക്കൊള്ളട്ടെ എന്ന് യുവാക്കളെ കൊണ്ട് തീരുമാനമെടുപ്പിക്കുമ്പോ സഹോദരങ്ങളെ, ആ യുവാക്കളോട് ചിന്തിക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നു. എന്തേ അലി ശരീഅത്തിയുടെ ഫോട്ടോ കൊടുത്തുകൊണ്ട് അതിലേക്ക് നമ്മൾ ക്ഷണിക്കുന്നത്? ഇത് ഇവരിറക്കിയിട്ടുള്ള ഒരു പുസ്തകമാണ്, ഫാത്തിമ എന്നാണ് പേര്. പി അഹമ്മദ് ഷരീഫാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. ഇതിന്റെ പ്രേരണ അവർ മുസ്ലിം സ്ത്രീത്വത്തിന്റെയും നിർമ്മലവും ഉത്കൃഷ്ടവുമായ പ്രതീകമാണ് ഫാത്തിമ. കഥകളിൽ, പഴംപാട്ടുകളിൽ ആത്മീയോത്കർഷത്തിന് വഴിവെക്കുന്ന സ്തുതിഗീതങ്ങളിൽ ഫാത്തിമയുണ്ട്. പലതരം ഫാത്തിമകൾ. ആരാണ് യഥാർത്ഥ ഫാത്തിമ? ഫാത്തിമ തന്നെയാണെന്ന് ഇറാനിയൻ ചിന്തകനായ അലി ശരീഅത്തി. അപ്പോൾ ഈ പുസ്തകം എഴുതാൻ പ്രചോദനമായത് അലി ശരീഅത്തിയാണ് സഹോദരങ്ങളെ. നോക്കൂ, അലി ശരീഅത്തിയിൽ നിന്നും, ഷിയാ നേതാവായ അലി ശരീഅത്തിൽ നിന്നും ആവേശം ഉൾക്കൊള്ളേണ്ട എന്ത് കാര്യമാണ് സഹോദരങ്ങളെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾക്കുള്ളത്? അതുകൊണ്ട് സഹോദരങ്ങളെ, കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണെന്ന് ഈ കലണ്ടർ കണ്ടിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ, ഈ പുസ്തകം കണ്ടിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ സഹോദരങ്ങളെ, തേജസിന്റെ കഴിഞ്ഞ ലക്കങ്ങൾ നിങ്ങൾ എടുക്കുക. ആ ലക്കത്തിൽ, ഒരു ലക്കത്തിൽ നമുക്ക് കാണാം ഖുമൈനിയുടെ ഫോട്ടോ, മുഖചിത്രത്തിൽ ഖുമൈനിയുടെ ഫോട്ടോ, എന്നിട്ട് ഖുമൈനിയുടെ മഹത്വവൽക്കരിച്ച ലേഖനം. ആരാണ് ഖുമൈനി സഹോദരങ്ങളെ? നമുക്കറിയാം, ഷിയാ നേതാവാണ് ഖുമൈനി. ആ സഹാബികൾ അംഗീകരിക്കാത്ത ആളുകൾ ഇപ്പോഴും ഖുർആൻ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു ഇമാം ഇപ്പോഴും അദൃശ്യമായ ലോകത്തുണ്ട്, ആ ഇമാമിന് വഹി വന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകള്, സഹാബികളെ തെറി പറയുന്ന ആളുകള്, അംഗീകരിക്കാത്ത ആളുകള് ഈ ഒരു റൂട്ടിലേക്ക് കൊണ്ടുപോകാൻ പോകുന്ന ഒരവസ്ഥയിലേക്ക്, മാത്രമല്ല ആവേശം
ഇതുകൊണ്ടൊന്നും ആവേശം ഉണ്ടാവില്ല. കാരണം യഥാർത്ഥ ആവേശം കിട്ടണമെങ്കിൽ ഖുർആനിലേക്കും സുന്നത്തിലേക്കും പോകണം, ഇസ്ലാമിക ആവേശം കിട്ടണമെങ്കിൽ. അതുകൊണ്ട് എന്ത് ചെയ്തു? ഇവര് മാത്രം പോരാ, വിപ്ലവങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളുകളുണ്ട്. ആ ആളുകളെ കൂടി പരിചയപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ആ ആളുകളെ കൂടി ഈ ആളുകൾ പരിചയപ്പെടുത്തുകയാണ്. ഒക്ടോബർ മാസത്തിൽ ചെഗുവേരെന്നും ആവേശം സ്വീകരിക്കണം. കാരണം വിപ്ലവത്തിന് ഇറങ്ങണം. അതിന് എവിടുന്നാണോ ആവേശം അവിടുന്ന് സ്വീകരിച്ചോളുക. ഭൗതികതയിലേക്കാണ് പോക്ക്. ഈ ഒരു പോക്ക്, ഈ ബന്ധം യഥാവിധി തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. പോയി യുവാക്കളെ പിടിച്ചു നിർത്താൻ എന്തും ചെയ്യാമെന്ന അവസ്ഥയിലേക്ക് എത്തി. ഇത് തേജസിന്റെ ലക്കമാണ്. ഈ ലക്കത്തിൽ ഫെബ്രുവരി മാസത്തിലുള്ള 2006 ഈ ലക്കത്തിൽ അതിന്റെ പിന്നിൽ കൊടുത്തിട്ടുള്ള പരസ്യം ശ്രദ്ധിക്കുക. രക്തസാക്ഷി പൂർണിമ എന്ന് പറയുന്ന കൃത്യമായ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട ഒരു പരസ്യമാണ് കൊടുത്തിട്ടുള്ളത്. എന്തിനാണ് സഹോദരങ്ങളെ ഞാൻ കാണിക്കുന്നത്? ഒരു പ്രസ്ഥാനത്തെ അധിക്ഷേപിക്കാനല്ല, അവരെ ഇടിച്ചു താഴ്ത്താനല്ല. ഒരു പ്രസ്ഥാനത്തിന്റെ പ്രസിദ്ധീകരണത്തിൽ ഏത് പരസ്യമാണ് വരേണ്ടത്? കൃത്യമായും പ്രത്യേകിച്ച് സുബഹി ജമാഅത്തൊന്നും മുടക്കരുത്. അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദാകേണ്ടവരാണ് നിങ്ങൾ എന്ന് പറയുന്ന ഓരോരുത്തരും എന്ത് ചെയ്യണമെന്നറിയുമോ? നിങ്ങളുടെ നാട്ടിലെ നിങ്ങളുടെ വീട്ടുകാർക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒരു പക്ഷേ ഈ ജിഹാദിന്റെ വില അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, തേജസിന്റെ കോപ്പി നിങ്ങളുടെ അനിയന്റെ പേരിൽ നിങ്ങൾ അയക്കൂ. ആ അനിയൻ ഈ തേജസ് വായിച്ചിട്ട് ആവേശം ഉൾക്കൊള്ളട്ടെ, ഈ സത്യത്തിന്റെ രക്തസാക്ഷിത്വത്തിന്റെ മാർഗത്തിലേക്ക് അവൻ വരട്ടെ. ആയിരക്കണക്കിന് കോപ്പിയല്ലേ ചേരുന്നത്. അങ്ങനെയൊക്കെയുള്ള ജിഹാദിലാണ് ഇത് വന്നത്. അതേപോലെ തന്നെ മറ്റൊരു ലക്കം ഉദാഹരണത്തിന് കാണിക്കുകയാണ്. ഫെബ്രുവരി 2006 ഇതെങ്കിൽ ഈ ലക്കത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ അഭിമാനപൂർവ്വം അവതരിപ്പിക്കുന്നു ചില സീരീസാണ്, വീഡിയോ ക്ലിപ്പിങ്ങുകളുടെ സീരീസാണ്. ഇവിടെ ഒന്ന് പീഡനകാലം, അഴകാണ് നീ സുലൈഖ പോലെയുള്ള വീഡിയോ മാഗസിനുകളുടെ പരസ്യമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ കണ്ട് ഇതൊക്കെ മനസ്സിലാക്കണം. എന്നാൽ ഇത് വായിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു ബന്ധമില്ലെങ്കിൽ, ഇതിന് പ്രചാരണം കിട്ടേണ്ടതില്ലെങ്കിൽ എന്തിനാ ഈ പരസ്യം കൊടുത്തത് എന്ന് പറഞ്ഞാൽ അറിയാതെ ഭൗതികവൽക്കരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഒരവസ്ഥയിൽ സ്വർഗത്തിന്റെ പേരിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, യഥാവിധി ഈ വിഷയം നമുക്ക് മനസ്സിലാക്കണം. ഇനി ഒരു വിഷയവും കൂടി, ഒരൊറ്റ കാര്യം, ഒരു സംശയം എന്ന നിലക്ക് വന്നുകൊണ്ട്, ഈ ലോകത്ത് സലഫികളായ ആളുകളാണല്ലോ ഈ തീവ്രവാദത്തിലൊക്കെ മുമ്പിലുള്ളത്. ഉദാഹരണമായി ഉസാമ ബിൻ ലാദൻ, അതൊരു സലഫിയല്ലേ? ചില ആൾക്കാർ ഇപ്പൊ അത് ഏറ്റെടുത്ത് നടത്തുകയാണ്. ആകെ മുഖാമുകളിലൊക്കെ ആകെ പറയാനുള്ളത് ഉസാമ ബിൻ ലാദൻ സലഫിയല്ലേ എന്നാ. നിങ്ങൾക്ക് അറിയുമോ സഹോദരങ്ങളെ, സലഫിക്ക് ഒരു വില ഉണ്ട്. എന്താണ് ആ വില എന്നറിയാമോ? സലഫികൾ എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു രീതിശാസ്ത്രം സ്വീകരിക്കുന്ന ആളുകളാണ്. വിശുദ്ധ ഖുർആനും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും നമ്മൾ മനസ്സിലാക്കേണ്ടത്, വ്യാഖ്യാനിക്കേണ്ടത്, സ്വീകരിച്ചാചരിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബുദ്ധി വെച്ചല്ല. ശരിക്കും മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ 2 മിനിറ്റ് എടുത്താൽ ഒരു കുഴപ്പമില്ല. ഒരു ഖുർആൻ ആയത്ത് ഈ സദസ്സിലുള്ള 10 ആൾക്ക് കൊടുത്താൽ 10 ആശയം ചിലപ്പോൾ കിട്ടുക, 10 ഖുർആന്റെ ആശയം ആയിക്കൊള്ളുന്നില്ല. അപ്പൊ ഒരു ഖുർആൻ ആയത്ത് എങ്ങനെ വിശദീകരിക്കും? ഒരു ഹദീസ് എങ്ങനെ മനസ്സിലാക്കും? അത് മനസ്സിലാക്കേണ്ടത് ആ വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് റസൂലുള്ള ഓതിയപ്പോൾ പ്രൈമറി ഓഡിയൻസ് ആരാ? സഹാബത്ത്. റസൂലുള്ളയുടെ തിരുനാവിൽ നിന്ന് നേരിട്ട് കേട്ടവരാണവർ, നേരിട്ട് മനസ്സിലാക്കിയവരാണവർ. ആ ആയത്ത് കൊണ്ട് എന്തുദ്ദേശിക്കുന്നു എന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ആ സദസ്സിലുള്ളവർക്കാണ്. അവരാണ് സഹാബികൾ. അതുകൊണ്ടാണ് സഹാബികളുടെ മാർഗം സ്വീകരിക്കണം, മുൻഗാമികളുടെ മാർഗം, താബികളുടെ മാർഗം സ്വീകരിക്കണം എന്ന് പറയാൻ കാരണം. അങ്ങനെയാണ് ഖുർആനും ഹദീസും മനസ്സിലാക്കേണ്ടത്. ഈ ആളുകൾ നേരത്തെ മൗദൂദി സാഹിബിന് തെറ്റിയെവിടെയാ? അദ്ദേഹം ഇബാദത്തിനായിട്ട് വ്യാഖ്യാനിച്ചു. ഇവിടെ യുദ്ധത്തിന്റെ ആയത്തെടുത്ത് തകരാറ് വരുത്തി. ഷിയാക്കൾ അതേ ഭാഗത്തിലേക്ക് വരെ പോയി. എന്തേ? സഹാബികൾ എങ്ങനെ വ്യാഖ്യാനം? സഹാബിനെ സ്വീകരിക്കാൻ പറ്റില്ല, പിന്നെ എങ്ങനെ മാർഗം ശരിയാവുന്നത്? അവിടെയാണ് പ്രശ്നം. യഥാർത്ഥത്തിൽ ഇങ്ങനെ എല്ലാവരും സലഫിയാന്ന് പറയും. അതിനൊരു വെയിറ്റ് ലോകത്ത് സലഫിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയുമോ, കേരളത്തിൽ പല ആൾക്കാരും ഗൾഫിലെ പല രാഷ്ട്രങ്ങളിലും പിരിവിന് വരാറുണ്ട്. അവരൊക്കെ പരിചയപ്പെട്ട് ഞങ്ങൾ സലഫിയാണ്, ഞങ്ങളുടെ സലഫി മൂവ്മെന്റ് വളരെ ഉഷാറാണ് എന്നാണ് പറയുക. തീവ്രവാദത്തിന് നേതൃത്വം നൽകുന്നവർ പോലും പലപ്പോഴും സലഫികളാണ്. ഒരാൾ സലഫിയാന്ന് പറഞ്ഞാൽ സലഫിയാവോ? ഞാൻ സലഫിയാകുന്നു എന്നൊരാൾ പറഞ്ഞു, അത് സലഫിയാകുമോ? ഇല്ല. അവിടെയാണ് ഒരാൾ സലഫിയാകുന്നത്. എങ്ങനെ? ഈ ഉസാമ ബിൻ ലാദനുമായി ബന്ധപ്പെട്ട ജീവചരിത്രം ഒന്ന് പരിശോധിച്ചാൽ മതി. ആരാണ് ഉസാമ ബിൻ ലാദൻ? ആരുടെ ശിഷ്യനാണ്? ഒറ്റ ചോദ്യം. ഞാൻ മറുപടി പറയണമെന്ന് എനിക്കറിയാം, നിങ്ങളൊന്ന് അന്വേഷിക്കുക. ഉസാമ ബിൻ ലാദൻ ആരുടെ ശിഷ്യനാണ്? ഉസാമ ബിൻ ലാദൻ മുഹമ്മദ് കുത്തുബിന്റെ ശിഷ്യനാണ്. മുഹമ്മദ് കുത്തുബ് ഏത് സലഫിയാണ്?
മുഹമ്മദ് കുത്തുബ് എന്ത് സലഫിസമാണ് ഉസാമ ബിൻ ലാദനെ പഠിപ്പിച്ചത്? മാത്രമല്ല, ആ മുഹമ്മദ് കുത്തുബിന്റെ ശിഷ്യനായ ഉസാമ ബിൻ ലാദൻ അമേരിക്കയിലേക്ക് പോവുകയാണ്. അമേരിക്കയിൽ എത്തിയതിനു ശേഷം അമേരിക്കയുടെ പ്രതിനിധിയായിക്കൊണ്ട്, മനസ്സിലാക്കണം, അമേരിക്കയുടെ പ്രതിനിധിയായിക്കൊണ്ട് ISIയുടെ കീഴിൽ മാക്കിന്റെ മക്തബ ഖിത്മീർ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ആ പാകിസ്ഥാനിൽ വെച്ച് പട്ടിണിയിൽ അകപ്പെട്ടിരിക്കുന്ന മുസ്ലിം യുവാക്കളെ റിക്രൂട്ട് ചെയ്യുകയാണ്. ഇതിനാ റിക്രൂട്ട് ചെയ്യുന്നത്? റഷ്യയുടെ ചെമ്പടക്കെതിരെ യുദ്ധം ചെയ്യാൻ അമേരിക്കക്ക് വേണ്ടി മുസ്ലിം യുവാക്കളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി അമേരിക്കയുടെ പ്രതിനിധിയായി പാകിസ്ഥാനിലേക്ക് പോയ ആൾക്കാർ. അപ്പോ ഉസാമ ബിൻ ലാദൻ സലഫിയല്ലേ ചോദിക്കുമ്പോ ഇത് ആൾക്കാർ പരിശോധിക്കുകയും ഇതിന്റെ യഥാർത്ഥം മനസ്സിലാക്കി കൊടുക്കുകയും കൂടി ചിന്തിക്കണ്ടേ? ഒരു വെടിയായിട്ട് വെച്ചാ പോരല്ലോ, ആ ചരിത്രം ഒന്ന് പഠിക്കണ്ടേ, മനസ്സിലാക്കണ്ടേ? അങ്ങനെ ഉസാമ ബിൻ ലാദൻ ആ പ്രവർത്തനം ചെയ്ത് ആ അധ്യായം അവസാനിച്ചു. ഇനി ആവശ്യമല്ല, പിന്നെ ഉസാമ ബിൻ ലാദന്റെ ആവശ്യമല്ല. അത് സാമ്രാജ്യത്വത്തിന്റെ ഒരു പ്രത്യേകതയാണ്. എങ്കിൽ പിന്നെ അവനെ തന്നെ നശിപ്പിക്കാം. അവിടെ ഉസാമ ബിൻ ലാദൻ നിലപാട് മാറ്റി. ഇതല്ലേ സംഭവം? എന്തിനാണ് സലഫുകളുടെ പേരിലേക്ക് അദ്ദേഹത്തെ വിളിച്ചു ചേർക്കുന്നത്, കൂട്ടിച്ചേർക്കുന്നത്? ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഈ ആരോപണങ്ങളിൽ ഒന്നും ഒരു കഴമ്പുമില്ല. മുജാഹിദ് പ്രസ്ഥാനം ഈ കാര്യം വെട്ടിത്തുറന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് ഉറക്കല്ല. കാരണം ആദർശപരമായ കാര്യങ്ങളാണ് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സമാപനത്തിന്റെ 1-2 കാര്യങ്ങൾ കൂടി കേൾക്കാൻ നിങ്ങൾ 2-3 മിനിറ്റ് കൂടി എനിക്ക് അനുവദിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. നമ്മൾ ജിഹാദിനെ കുറിച്ച് സംസാരിച്ചു. സഹോദരങ്ങളെ, ഈ സദസ്സിൽ പങ്കെടുത്ത എല്ലാവരും ഒരു ജിഹാദ് ചെയ്യേണ്ടതുണ്ട്. ആ ജിഹാദ് ചെയ്തില്ലെങ്കിലേ നമ്മൾ സ്വർഗത്ത് പോവില്ല. ആ ജിഹാദ് ചെയ്യാൻ തയ്യാറെടുത്തുകൊണ്ടാണ് ഈ സദസ്സിലുള്ള പുരുഷന്മാരും സ്ത്രീകളും പിരിഞ്ഞു പോകേണ്ടത്. അത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ജിഹാദാണ്, സഹാബത്ത് ചെയ്ത ജിഹാദാണ്, നമ്മളൊക്കെ ചെയ്യേണ്ട ജിഹാദാണ്. വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഏറ്റവും വലിയ ജിഹാദ് നമ്മൾ ഓരോരുത്തരും ചെയ്യണം. ആ മാർഗത്തിൽ നമ്മൾ എല്ലാവരും ഇറങ്ങിത്തിരിക്കണം. സമൂഹം ഇന്ന് എവിടെ നിൽക്കുന്നു എന്നതിന് ഒരൊറ്റ ഉദാഹരണം മാത്രം. കോഴിക്കോട് ജില്ലയിലെ CM മഖാമുമായി ബന്ധപ്പെട്ട ഒരു സ്മരണികയാണിത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്റ്റേറ്റ് കമ്മിറ്റി ഇറക്കിയതാണ് ആധികാരിക ഗ്രന്ഥം. ഇതില് CM മഖാമിലെ അബൂബക്കർ മുസ്ലിയാരുടെ ഷെയ്ഖിന്റെ മക്ബറയിൽ പോയി കാര്യങ്ങൾ ആവശ്യപ്പെടാൻ വേണ്ടി ആളുകളെ പ്രചോദിപ്പിക്കുകയാണ്. ഇതിൽ പറയുന്നത് എന്താണെന്നറിയാമോ? ഒരു ഖുദ്സിയായ ഹദീസ്. ഒരു അടിമ സുന്നത്തായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുത്താൽ അവന്റെ കൈ അള്ളയാകും, അവന്റെ കാലള്ളയാകും, അവന്റെ കണ്ണള്ളയാകും. ഹദീസുണ്ട്, കൃത്യമാണ് ഹദീസ്. ഹദീസുകൾ വിശദീകരിച്ചത് അള്ളാഹു പൊരുത്തപ്പെട്ടതേ അവൻ കാണൂ, അള്ളാഹു ഇഷ്ടപ്പെട്ടിടത്തേക്ക് അവൻ നടക്കൂ, അള്ളാഹു ഇഷ്ടപ്പെട്ടതേ അവൻ ചെയ്യുകയുള്ളൂ, അള്ളാഹു ഇഷ്ടപ്പെട്ടത് മാത്രമേ അവൻ കേൾക്കുകയുള്ളൂ. ഇതാണ് അവന്റെ കാത് അള്ളയാകും എന്ന് പറഞ്ഞാൽ. എന്നാൽ ഇവിടെ വിശദീകരിക്കുന്നത് നിങ്ങൾ കേൾക്കൂ. ഇഷ്ടദാസന്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകുമെന്ന് അള്ളാഹു ഖുദ്സിയായ ഹദീസിലൂടെ പറഞ്ഞത് നാം നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കേൾക്കണം, അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ വിവക്ഷയെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. മഹാന്മാരെ ബഹുമാനിക്കല്ലേ, ആദരിക്കല്ലേ, അത് നിങ്ങൾ ഇങ്ങനൊക്കെ പറയാനുണ്ടോ എന്നല്ലേ ആളുകൾ ചോദിക്കുന്നത്. എങ്കിൽ CM മഖാമിലെ ഷെയ്ഖ് അള്ളാഹ് കാണുന്നത് പോലെ കാണും, അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കും, അള്ളാഹു പ്രവർത്തിക്കും. ഇപ്പൊ ഒരു മഴ പെയ്യിക്കാൻ പഠിച്ചവന് സാധിക്കൂലേ? ഇതേപോലെ CM മഖാമിലെ ഷെയ്ഖിന് സാധിക്കും. ഈ അവസ്ഥയിലാണ് ആ മഖാമിൽ പോകുന്ന ആളുകളുടെ മനസ്സിലെ ഈമാനെങ്കിൽ അവർ സ്വർഗത്തിൽ പോകുമോ? അവർ സ്വർഗത്തിൽ പോകുമോ? ഇത് സ്വർഗത്തിൽ പോകാത്ത മാർഗമാണ്. അള്ളാഹുവിന്റെ സിഫത്തിൽ പങ്കു ചേർക്കലാണ്. പാടില്ല എന്നാര് പറഞ്ഞു കൊടുക്കും? നമ്മുടെ ഉമ്മയോട് ആര് പറയും? നമ്മുടെ പ്രിയപ്പെട്ട ഇളയമയോട് ആര് പറയും? നമ്മുടെ ദൂരെ പഠിക്കുന്ന സുഹൃത്തിനോട് ആര് പറയും? ആര് പറഞ്ഞു കൊടുക്കും? പറയേണ്ടവരാണ് നമ്മൾ. പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ശിക്ഷാർഹരാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, ഏറ്റവും വലിയ ജിഹാദ്, അള്ളാഹുവിന്റെ കലിമത്ത് ഉന്നതമാക്കുന്ന വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ചുള്ള ഏറ്റവും വലിയ ജിഹാദിന്റെ പാതയിൽ നമ്മൾ എത്തിപ്പെടുക. ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന് ഈ UAE-യുടെ ഏതൊരു കോണിലാണോ ഈ സദസ്സിൽ പങ്കെടുത്ത നമ്മൾ ഓരോരുത്തരും ഉള്ളത്, ആ കോണിലൊക്കെ അല്പമൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞാൽ ഖുർആൻ ക്ലാസുകളുണ്ട്, CD കേസറ്റുകളുടെ ശേഖരമുണ്ട്, വൈജ്ഞാനിക പരിപാടികളുടെ വ്യത്യസ്തമായ രൂപങ്ങളുണ്ട്. ബന്ധപ്പെടണം. ഒന്നും വേണ്ട,
സാമ്പത്തികമായി നിങ്ങൾ ഒന്നും നൽകേണ്ടതില്ല. ഇത്തരം ചില കാര്യങ്ങൾ പറയാനുണ്ട്. ആ കേസറ്റ് ഒന്ന് കേൾക്കണം, ആ പുസ്തകം ഒന്ന് വായിക്കണം, ആ ഖുർആൻ പരിഭാഷ ഒന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ UAE വ്യത്യസ്ത പ്രദേശങ്ങളിൽ ധാരാളക്കണക്കിന് യൂണിറ്റുകളായി പ്രവർത്തിക്കുന്നുണ്ട്. ഈ പ്രസ്ഥാനവുമായി അടുക്കുക, ഇതിന്റെ പരിപാടികളിൽ പങ്കെടുക്കുക. അതോടൊപ്പം സഹോദരങ്ങളെ, ഈ പ്രവാസി ജീവിതത്തിൽ അല്പം സമ്പാദിച്ച് എല്ലാമായി കളയാമെന്ന് നമുക്ക് വിശ്വാസമില്ല. മറിച്ച് മരണത്തെ അഭിമുഖീകരിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും മരണമാകുന്ന യാഥാർത്ഥ്യത്തെ നേരിട്ട് കണ്ടുമുട്ടേണ്ടവരാണ്. അതുകൊണ്ട് ആ മരണത്തിന് വേണ്ടിയുള്ള ഒരുക്കം അള്ളാഹു സത്യനിഷേധികൾക്ക് വേണ്ടി മരണാനന്തരം ഒരുക്കി വെച്ചിട്ടുള്ളത് ഇന്നാ അഅ്തദ്നാലിൽ കാഫിരീന സലാസില വഅഗ്ലാലം വസഈറാ, കത്തിജ്വലിക്കുന്ന നരകം. ആ നരകം അള്ളാഹു തയ്യാർ ചെയ്തു വെച്ചിരിക്കുന്നു. ഇവിടെ ആരൊക്കെ എന്ത് തയ്യാർ ചെയ്താലും അള്ളാന്റെ കാവലുണ്ടോ രക്ഷപ്പെടും. എങ്കിൽ ആ നരകം യാഥാർത്ഥ്യമാണ്. അവിടുന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിലേക്ക് എത്താനും നമ്മൾ ആഗ്രഹിക്കുക. വിശുദ്ധ ഖുർആനിലെ 24-ാമത്തെ അധ്യായമായ സൂറത്തു നൂറിലെ 55-ാമത്തെ ആയത്ത് കൂടി കേട്ടതിന് ശേഷം ഞാൻ അവസാനിപ്പിക്കാം. നമുക്കൊന്നിച്ച് പിരിയാം. വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലു സ്വാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമ സ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതലാലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ യഅബ്ദൂനനി ലാ യുശ്രികൂന ബി ശൈആ എന്ന് പറഞ്ഞുകൊണ്ട് 24-ാമത്തെ അധ്യായത്തിലെ 55-ാമത്തെ സൂക്തം. വിശ്വസിക്കുകയും സൽപ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം നൽകിയിരിക്കുന്നു. അല്ലാഹ് പറയാ, ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നു. ഒന്ന്, ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് പ്രാതിനിധ്യം നൽകിയതുപോലെ, സ്വാധീനം നൽകിയതുപോലെ നിങ്ങൾക്കും ഞാൻ പ്രാതിനിധ്യം നൽകുക തന്നെ ചെയ്യും. വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതലാലഹും, നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട ദീനിന് നാം നിലനിൽപ്പ് നൽകും. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ, നിങ്ങൾക്ക് നാം ഭയത്തിന് ശേഷം നിർഭയത്വം നൽകും. 3 കാര്യം. ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഇതാണ് ആവശ്യം. കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഇതാണ് ആവശ്യം. അവർക്ക് പ്രാതിനിധ്യം വേണം. ജനിച്ച നാട്ടിൽ അവർ അംഗീകരിക്കപ്പെടണം. അവർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ദീനിന് നിലനിൽപ്പുണ്ടാകണം. അവർക്ക് നിർഭയത്വം വേണം. ഈ 3 കാര്യമല്ലേ നമുക്ക് ആവശ്യം. എങ്കിൽ അല്ലാഹ് പറയാ, ഞാൻ തരാം. വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും, നിങ്ങൾ വിശ്വസിക്കുകയും സൽപ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു വാഗ്ദാനം നൽകുന്നു ഈ ഖിലാഫത്തും ദീന്റെ നിലനിൽപ്പും നിർഭയത്വവും. ഈ 3 കാര്യങ്ങൾ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരു വാഗ്ദാനം പറയുമ്പോൾ കേരളത്തിൽ ഇപ്പൊ വാഗ്ദാനത്തിന്റെ പെരുമഴയാണ്. സ്ഥാനാർത്ഥി വന്നിട്ട് നിങ്ങൾക്ക് ഞാനൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടാക്കി തരാം, അവിടെ പാലുണ്ടാക്കി തരാം, അവിടെ മറ്റേ കാര്യം ഞാൻ ഏറ്റു, എന്താ ഒക്കെ പറഞ്ഞ അവസാനം ഒരു വോട്ട് ചെയ്യണം. ഒരു വോട്ട് ഞാൻ MLA ആയാലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ വാഗ്ദാനം പറയുമ്പോ ഒരു കണ്ടീഷൻ ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. എന്നാൽ അള്ളാഹുവിന്റെ അങ്ങനെയല്ല. ഇന്ന വഅദല്ലാഹി ഹഖ്, അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്. എങ്കിൽ ഈ 3 കാര്യവും നൽകാമെന്ന് പറഞ്ഞ അള്ളാഹ് പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഖിലാഫത്ത് കിട്ടാൻ, നിങ്ങൾക്ക് ദീന്റെ നിലനിൽപ്പ് കിട്ടാൻ, നിങ്ങൾക്ക് നിർഭയത്വം കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യണം? യഅബ്ദൂനനി, നിങ്ങൾ എന്നെ ആരാധിക്കണം. അവിടെ ആയത്ത് അവസാനിപ്പിച്ച് നമുക്കൊക്കെ എല്ലാവർക്കും NDF ആകാം. അല്ലാഹുവിനെ എല്ലാവരും ആരാധിക്കുന്നുണ്ടല്ലോ, പോരാ. ലാ യുശ്രികൂന ബി ശൈആ, എന്നോട് ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. ഈ കണ്ടീഷൻ നിങ്ങൾ പാലിച്ചാൽ ഖിലാഫത്ത് നൽകാം, ദീന്റെ നിലനിൽപ്പ് നൽകാം, നിർഭയത്വം നൽകാം. സഹോദരങ്ങളെ, കേരളത്തിലേക്ക് വരൂ. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾക്ക് പ്രാതിനിധ്യമുള്ള സംസ്ഥാനമേത്? നിങ്ങൾക്ക് മനസ്സിലുത്തരം പറയാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾക്ക് പ്രാതിനിധ്യമുള്ള ഏത് തരത്തിൽ രാഷ്ട്രീയ ഏത് രംഗത്തായിരുന്നാലും ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യമുള്ള സംസ്ഥാനം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളല്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദീൻ നിലനിൽക്കുന്ന സംസ്ഥാനമേത്? ഗൾഫിൽ നമ്മൾ പറയും കേരളമാണെന്നില്ലേ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾക്ക് നിർഭയത്വമുള്ള സംസ്ഥാനമേത്? അതിന്റെയും ഉത്തരം കേരളമെന്നാണ്. എങ്കിൽ ഈ നിർഭയത്വത്തിന് വേണ്ടി കരാട്ടയും കൂഫും പഠിക്കണം പറഞ്ഞ ആൾക്കാര് ഉണ്ടാക്കിയിട്ടും വികസിച്ചിട്ടും കുറച്ച് കൊല്ലായിട്ടുള്ളൂ അല്ലേ? അപ്പൊ അവരെ കൊണ്ടുണ്ടായതല്ല. ഖിലാഫത്ത് ഉണ്ടാകണം, അതുകൊണ്ട് വരുവീൻ ഭരണം ഉണ്ടാക്കണം പറയുന്ന ആൾക്കാര് രൂപീകരിച്ചതും വളർന്നതും ഉത്തരേന്ത്യയിലാണ്. അവിടെയില്ലാത്ത ഖിലാഫത്ത് കേരളത്തിൽ കിട്ടി. എന്തുകൊണ്ട്? അതിന് കാരണമുണ്ട് സഹോദരങ്ങളെ. കേരളത്തിൽ ജിഹാദ് നടന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടീഷനാക്കിയ ജിഹാദ് നടന്നു. യഅബ്ദൂനനി ലാ യുശ്രികൂന ബി ശൈആ, നിങ്ങൾ എന്നെ ആരാധിക്കുക, എന്നോട് യാതൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല.
കേരളത്തിൽ പള്ളി 1-ാം സ്ഥാനത്താണ്, ജാറം 2-ാം സ്ഥാനത്താണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജാറം 1-ാം സ്ഥാനത്താണ്, പള്ളി 2-ാം സ്ഥാനത്താണ്. ആ കണ്ടീഷൻ ഏറ്റവും കൂടുതൽ പാലിക്കപ്പെട്ടത് കേരളത്തിലാണ്. അതിന്റെ ഫലം കേരളം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എങ്കിൽ അള്ളാഹു പറഞ്ഞ നിർഭയത്വം കൃത്രിമമായി കരാട്ട പഠിച്ച് നമ്മൾ ഉണ്ടാക്കേണ്ടതില്ല. ഉണ്ടാകേണ്ട സമയത്ത് ഒരു ഇസ്ലാമിക നേതൃത്വത്തിന് കീഴിൽ നിന്നെ ഒരു വളണ്ടിയറായി, നിന്നെ ഒരു പട്ടാളക്കാരനായി തെരഞ്ഞെടുത്താൽ നീ അമ്പെയ്ത്ത് പഠിച്ചോ ആ നേതൃത്വത്തിന്റെ കീഴിൽ. അല്ലാതെയുള്ള ആ നിർഭയത്വമുണ്ടല്ലോ അള്ളാഹ് തരുമെന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് അള്ളാഹ് എന്ന് പറഞ്ഞത് നമ്മൾ കൃത്രിമമായി പോയി ഉണ്ടാക്കേണ്ടതില്ല. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ ജിഹാദി മുന്നേറ്റത്തെ തിരിച്ചറിയുക സഹോദരങ്ങളെ. ലക്ഷ്യം സ്വർഗമാണ്, പറയുന്നത് സ്വർഗമാണ്, നരകരക്ഷയാണ് നമ്മുടെ മുഖ്യ ലക്ഷ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ അബദ്ധങ്ങളും അപാകതകളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപൊറുത്തു മാപ്പാക്കി തരുമാറാകട്ടെ. വല്ല അബദ്ധങ്ങളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും പൊറുത്തു തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. യഥാർത്ഥമായ ജിഹാദ്, സ്വർഗത്തിലേക്ക് പോകാൻ നമ്മളൊക്കെ നിർബന്ധമായും ചെയ്യേണ്ട ജിഹാദ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹിയോടൊപ്പം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം, ആ മഹാന്മാരോടൊപ്പം സ്വർഗത്തിൽ ഒന്നിച്ച് അവരോട് സംസാരിക്കാൻ, അവരോടൊപ്പം സ്വർഗത്തിൽ എത്തിച്ചേരാൻ അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആ സ്വർഗത്തിൽ എത്തുക എന്നത് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാക്കി മാറ്റാൻ, ആ ആഗ്രഹത്തിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാൻ, അതിനുവേണ്ടി ഇബാദത്തുകളുടെ കാര്യത്തിൽ, തിന്മകൾ ഒഴിവാക്കുന്ന കാര്യത്തിൽ, നന്മകൾ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ, രാത്രി നമസ്കാരത്തിന്റെ കാര്യത്തിൽ, ഖുർആൻ പഠിക്കുന്ന കാര്യത്തിലെല്ലാം ശ്രദ്ധ ചെലുത്താൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് ചെയ്യുമാറാകണേ. അള്ളാഹുവേ, ഈ സംരംഭം നീ സ്വീകരിക്കണമേ. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നിന്റെ കലാമനുസരിച്ചാണ്. പടച്ചവനെ, മനസ്സുകളിൽ നീ സ്വാധീനം നൽകണമേ. ഇതിന്റെ സംഘാടകർക്ക് ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് നാളെ പരലോകത്ത് ധാരാളക്കണക്കിന് പ്രതിഫലം ലഭിക്കുന്ന ഒരവസ്ഥ നീ ഉണ്ടാക്കി തീർക്കണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله. الحمدلله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذ قال له ربه أسلم قال أسلمت لرب العالمين. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, ഇസ്ലാഹി സെൻട്രൽ കമ്മിറ്റിയുടെ ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, സ്നേഹസമ്പന്നരായ പിതാക്കളെ, ജ്യേഷ്ഠനുജന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരമകാരുണികനും കരുണാവാരിധിയുമായ രക്ഷിതാവിന്റെ രക്ഷയും സമാധാനവും സദാ വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇസ്ലാം എന്നത്
സമാധാനത്തിന്റെ മതമാണ് എന്നത് പ്രത്യേകമായി എടുത്തു പറയേണ്ടുന്ന ചില സാഹചര്യങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് തളർത്തു നിൽക്കുകയും വിടർന്നു നിൽക്കുന്നതുമായ പുഷ്പങ്ങൾ വിരിഞ്ഞു നിൽക്കുന്ന സത്യമായ ചരിത്രത്തിന്റെ പാതകളിലൂടെ കണ്ണോടിക്കുമ്പോൾ സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും കണങ്ങളെ കണ്ടുകൊണ്ട് സഞ്ചരിക്കേണ്ടുന്ന പാതകളിൽ കൽത്തുറുങ്കുകളുടെയും അക്രമത്തിന്റെയും ഭീകരവാദത്തിന്റെയുമൊക്കെ കൈകൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. തീവ്രവാദത്തിനും ഭീകരവാദത്തിനും എതിരെ എന്ന ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുമ്പോൾ തീവ്രവാദമെന്നതും ഭീകരവാദമെന്നതും രണ്ടു വാക്കുകൾ ആയിരക്കണക്കിന് സ്ഫോടക വസ്തുക്കളെക്കാൾ വീര്യമുള്ളതാണ് ഈ രണ്ടു പദങ്ങൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ടു തന്നെയാണ് ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് എന്ന് പഠിക്കേണ്ടുന്ന അനിവാര്യത വിശ്വാസരംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കൂടി അനിവാര്യമാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പടച്ചതമ്പുരാൻ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യം, പടച്ചതമ്പുരാൻ പറഞ്ഞ ഒരു കാര്യം ബോധ്യപ്പെടുത്തുന്നു. ഇത് ഖാല ലഹു റബ്ബുഹു, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രക്ഷിതാവ് അദ്ദേഹത്തോട് പറഞ്ഞു, അസ്ലിം, നീ മുസ്ലിമാകണമെന്ന്. ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകരുടെ രക്ഷിതാവായ അല്ലാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് ഞാനിതാ മുസ്ലിമായിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. തുടർന്നു വന്ന പ്രവാചകന്മാരോടും അതിനു മുമ്പുള്ള പ്രവാചകന്മാരോടും തുടർന്നുള്ള അനുയായികളോടും പടച്ച റബ്ബിന്റെ കൽപ്പന ഇത്തരത്തിൽ ഇസ്ലാമികമായ പൂർണ്ണമായ ആശ്ലേഷണമാണ്. പടച്ചതമ്പുരാന്റെ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ പൂർണ്ണമായും പ്രവേശിക്കുക എന്നതാണ്. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, സമാധാനത്തിന്റെ കവാടം കടന്നെത്തുന്ന കൊട്ടാരമാകുന്ന ഇസ്ലാമിലേക്ക് നിങ്ങളതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ പ്രവേശിക്കുക എന്ന പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം കേട്ട് മനസ്സിലാക്കേണ്ടവരാണ് നമ്മൾ. ഇതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ കാരണം ഇസ്ലാമാകുന്ന സമാധാനത്തിന്റെ പാതകളെയും അതിന്റെ കണങ്ങളെയും അതിന്റെ കൊമ്പുകളെയും അതിന്റെ ചില്ലുകളെയും തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ഇത്തിക്കണ്ണികൾ സംരക്ഷകരായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തിക്കണ്ണികൾ ഒരു മരത്തിൽ നിൽക്കുന്നത് കാണുമ്പോൾ അതിന് പച്ചപ്പ് നൽകുവാനും അതിനെ നിലക്ക് നിർത്തുവാനും അതിന് തണലേകുവാനുമാണ് എന്ന് കാണുന്ന മാത്ര പ്രസക്തമായ സന്ദർഭത്തിൽ ഓർത്തുകൊള്ളും. പക്ഷേ ഇത്തിക്കണ്ണികൾ നിൽക്കുന്ന മരത്തിന്റെ തണ്ടുകൾ, മരത്തിന്റെ ചില്ലകൾ ഏതാനും മാസങ്ങൾക്കുള്ളിൽ അത് ഒടിഞ്ഞു വീഴുന്നത് കാണാവുന്നതാണ്. ഇത്തരത്തിൽ സമാധാനത്തിന്റെ മതമാകുന്ന ഇസ്ലാമിനെ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ഇത്തിക്കണ്ണികൾ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് തഅവനു അലൽ ബിർരി വത്തഖ്വ വലാ തഅവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, ശത്രുതയുടെയും പാപങ്ങളുടെയും കാര്യത്തിൽ നിങ്ങൾ സഹകരിക്കരുത്, എന്നാൽ നല്ല കാര്യങ്ങളിലും തഖ്വയുടെ കാര്യങ്ങളിലും നിങ്ങൾ പരസ്പരം സഹകരിക്കണമെന്ന് പറഞ്ഞു. നിസ്സഹകരിക്കേണ്ടുന്ന മാർഗങ്ങളിൽ, നിസ്സഹകരിക്കേണ്ടുന്ന കാര്യങ്ങളിൽ അത് മുസ്ലിങ്ങളുടേതായിരിക്കട്ടെ അല്ലാത്തതായിരിക്കട്ടെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ബാധ്യത തെറ്റായ കാര്യങ്ങളോട് അതിൻ്റെതായ തിന്മയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയും എതിരു നിൽക്കുക തന്നെയുമാണ്. തീവ്രവാദത്തിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള കാരണങ്ങളായി എണ്ണിപ്പറയുന്ന ചെകുത്താന്റെ ഒരുപാട് വാദങ്ങളുണ്ട്. മതത്തിന്റെ യഥാർത്ഥ തത്വങ്ങളെയും യഥാർത്ഥ ആശയങ്ങളെയും ജീവിതത്തിൽ പകർത്തി സുപ്രഭാതം മുതൽ തന്റേതായ കിടപ്പറ വരെ കടന്നു ചൊല്ലുന്ന മാർഗത്തിൽ മുഴുവൻ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദുആകളും പ്രാർത്ഥനകളും ഉൾക്കൊണ്ടുകൊണ്ട് ആരാധനയിൽ മുഴുകിക്കൊണ്ട് തന്റെ കുടുംബത്തെ പോറ്റാൻ രാവും പകലും അധ്വാനിക്കുന്ന മനുഷ്യന്മാരോട് ചെകുത്താൻ പറയുന്ന ചില ന്യായങ്ങളും ചില വാക്കുകളുമുണ്ട്. മുസ്ലിം സമൂഹം ഇവിടെ പീഡിപ്പിക്കപ്പെടുകയാണ്. മുസ്ലിം സമൂഹം ഇവിടെയും നട്ടോട്ടമോടുകയാണ്. വീടുകൾ വിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് നമ്മളോട് പറയുകയാണ്. സഹോദരന്മാരെ, നാം ഓർക്കേണ്ടതുണ്ട്, ഇസ്ലാമിന്റെ ചരിത്രത്തിലൂടെ ഏതേത് ദിവസങ്ങളിലൂടെയും ഒരു വർഷത്തിലെങ്കിലും നമ്മൾ കടന്നു പോകുന്നവരാണ്. ഇസ്ലാമികമായ ആശയ സംരക്ഷണം ഉടലെടുക്കുകയും അതിൻ്റെതായ തണലിൽ കഴിഞ്ഞുകൂടുകയും ചെയ്യുന്ന ഭരണ സംവിധാനമുള്ള രാജ്യത്തിന് അക്കാലത്തിൽ പോലും സഹാബത്തിന്റെ കാലത്തിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷമുള്ള ഖലീഫമാരുടെ ഖുലഫാ റാഷിദുകളുടെ കാലത്തും അവരുടേതായ ജീവന്റെ സംരക്ഷണം എത്രത്തോളമായിരുന്നു എന്ന് അവരുടെ ചരിത്രം പഠിക്കുന്ന മയതൂർക്കും മനസ്സിലാകുന്നതാണ്. പീഡനങ്ങളും മർദ്ദനങ്ങളും അതുപോലെ തന്നെ പ്രയാസങ്ങളും സഹിക്കാത്തവരല്ല മുസ്ലിങ്ങൾ. മുഅ്മിനുകൾ അവരൊക്കെ സഹിച്ചവരായിരുന്നു. മഹാനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തവർക്ക്
അത്തരത്തിലുള്ള പീഡിത മർദ്ദിത ജനകോടികളുടെ പടനായകന്മാർ എന്നുവരെ ഏതെങ്കിലും തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തെ അത്തരത്തിൽ അതിശയിപ്പിക്കുകയും പേര് വിളിക്കുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കാറുണ്ട്. പക്ഷേ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വെച്ച് ഇസ്ലാമിക വിശ്വാസത്തിൽ ആകിട്ടയായി കടന്നു വന്ന ഒരു സ്ത്രീയുടെ നാഭിയിൽ കമ്പി കുത്തിക്കേറ്റി ഉപദ്രവിക്കുകയും കട്ടപ്പെടുത്തുകയും ചെയ്യുമ്പോൾ പ്രവാചകരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ എന്ന ചോദ്യത്തിനും മർദ്ദിത പീഡിത ജനകോടികളുടെ പടനായകനായിരുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷമിച്ചേക്കുക, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗപ്പൂങ്കാവനം നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞത് അന്ന് ആക്രമിക്കുവാനോ കല്ലെടുത്തെറിയുവാനുമുള്ള ആയുധങ്ങൾ അവിടെ ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷേ ഇസ്ലാമിന്റേതായ യഥാർത്ഥ സന്ദേശം അവരിലേക്ക് എത്തിക്കുകയും ശത്രുക്കളും ഇസ്ലാമിന്റെ സന്ദേശം ഉൾക്കൊള്ളുമ്പോൾ മിത്രങ്ങളായി മാറുകയും കഠിനാധ്വാനം ചെയ്യുകയും പീഡനവും മർദ്ദനവും സഹിക്കുന്നവർക്ക് ക്ഷമാശീലരായി കടന്നു പോകുമ്പോൾ അള്ളാഹു വാഗ്ദത്തം ചെയ്ത സ്വർഗപ്രവേശനത്തിന് അവർക്ക് അർഹത ലഭിക്കപ്പെടും എന്നുമാണ്. ആരാധനാലയങ്ങൾ തകർക്കപ്പെടുന്നു പലയിടത്തും. ഇത്തരത്തിലുള്ള സമീപനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് നമ്മൾ നോക്കി നിൽക്കുന്നത് എന്ന് ചോദിക്കുന്ന ചെകുത്താന്റെ ചോദ്യങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ആരാധനാലയങ്ങൾ ഉയർത്തപ്പെടുന്നത്, ആരാധനാലയത്തിൽ വാഴ്ത്തപ്പെടേണ്ടത്, ആരാധനാലയത്തിൽ വിളിക്കപ്പെടേണ്ടത്, ആരാധനാലയം ബൈത്തുള്ള അള്ളാഹുവിന്റെ ഭവനമാണ്. അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി മാത്രം നിർമ്മിച്ച ആരാധനാലയത്തിൽ വ്യാഴാഴ്ച വൈകുന്നേരം അള്ളാഹു അല്ലാത്തവരോട് പ്രത്യേകമായ ദുആയിരക്കലും പ്രാർത്ഥനകളും വഴിപാടുകളും നേർച്ചകളും നടക്കുകയും അതിന് ഇസ്ലാമികമല്ലാത്ത രൂപത്തിൽ ദിക്ർ ഹൽഖ എന്ന് പേര് നൽകപ്പെടുകയും ചെയ്യുന്ന ചെറിയ ഒരു സംസ്ഥാനത്ത് ജീവിക്കുന്നവരും നിവസിക്കുന്നവരുമാണ് ഞാനും നിങ്ങളും. പടച്ചതമ്പുരാന്റെ കൽപ്പന എന്ന് പറയുന്നത് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ മറ്റൊരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞു. പ്രത്യേകമായി ആരാധനാലയത്തിന്റെ പരിശുദ്ധിയെ പടച്ചതമ്പുരാൻ എടുത്തു പറഞ്ഞു. വഅന്നൽ മസാജിദ ലില്ലാഹ്, തീർച്ചയായും ആരാധനാലയം അള്ളാഹുവിന് വേണ്ടി മാത്രമുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, നിങ്ങൾ അള്ളാഹു അല്ലാത്തവരെ മറ്റാരെയും അതിൽ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന്. ആരാധനാലയത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടവർ, ഇസ്ലാമികമായ പ്രഭ വരുത്തുകയും അതുപോലെ തന്നെ പ്രഭ പരത്തുകയും ചെയ്യേണ്ടവർ, ഇസ്ലാമികമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും അതുപോലെ തന്നെ ഇസ്ലാമിന്റേതായ ആദർശത്തിലും അധിഷ്ഠിതത്തിലും വളർത്തിയെടുക്കേണ്ടെന്ന ആരാധനാലയത്തിൽ മുസ്ലിം സമൂഹത്തിന് വെളിച്ചം നൽകാതിരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും മുസ്ലിങ്ങൾക്ക് തന്നെ ആരാധനാലയത്തോടുള്ള മമതകൾ ഇല്ലാതെ ചെയ്യുകയാണ്. ആരാധനാലയങ്ങളിൽ ആയുധപ്പുരകളാക്കുമ്പോൾ ആരാധിക്കുവാനും പ്രാർത്ഥന ചൊരിയുവാനുമുള്ള കേന്ദ്രമാണ് പള്ളി എന്ന് മനസ്സിലാക്കുന്നതിന് പകരം മുസ്ലിം സമൂഹം മറ്റുള്ളവരെയൊക്കെ ചതിച്ചുകൊണ്ട് അവർക്കൊരു കേന്ദ്രമായി പ്രവർത്തിക്കാനുള്ള ആയുധപ്പുരകളാണ് പള്ളികൾ എന്ന് മനസ്സിലാക്കിയാൽ തീർച്ചയായും പള്ളികളുടെ സുരക്ഷിത അവസ്ഥ അങ്ങേയറ്റം പരിതാപകരമായി പോകും. ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾക്ക് പരിഹാരം കാണേണ്ടത് മുസ്ലിങ്ങളാണ്. അത് അക്രമത്തിന്റെയും ബോംബിന്റെയും അതുപോലെ തന്നെ കടാരിയുടെയും മാർഗത്തിലൂടെയാണെങ്കിൽ പള്ളികളും ആരാധനാലയങ്ങളും നിലനിൽക്കുകയില്ല എന്നത് ശരിയാണ്. അത്തരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചെകുത്താൻ മുസ്ലിം സമാധാനത്തിന്റെ മനസ്സുകളിലേക്ക് ചോദ്യമിട്ടുകൊണ്ടിരിക്കുകയാണ്. കട്ടവന്റെ കൈമുറിക്കാൻ ഇവിടെ സംവിധാനങ്ങളില്ലല്ലോ നമ്മുടെ കേരളത്തിൽ, നമ്മളുടെ ഭാരതത്തിൽ അതിനുള്ള സംവിധാനങ്ങളില്ലല്ലോ. അതുകൊണ്ട് അത്തരത്തിലൊരു സംവിധാനം ഉണ്ടാക്കണ്ടേ എന്ന ചോദ്യം കേൾക്കുമാറ് ഏതെങ്കിലും ചായക്കടയിലെ ബെഞ്ചിലിരിക്കുന്ന മുസ്ലിം സഹോദരൻ അന്ന് രാത്രി ഏതെങ്കിലും മുക്കുമൂലയിൽ വെളിച്ചം കെടുത്തിക്കൊണ്ടുള്ള രക്തത്തിൽ അധിഷ്ഠിതമായി കൊണ്ടുള്ള ഉപ്പ് ശേഖരണത്തിൽ സാക്ഷിയാവുകയും ശേഷം അവന്റെ തുടർ പ്രവർത്തനം തുടങ്ങിക്കൊണ്ടിരിക്കുകയുമാണ് ചെയ്യുന്നത്. സോദര, അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വാക്കുകളും അത് വാദങ്ങളും ഉച്ചരിക്കുന്നവന്റെ വീട്ടിൽ സ്വന്തം അനുജൻ അന്ന് രാത്രി ഏതെങ്കിലും ഒരു വസ്തു കട്ടെടുത്താൽ പണം മോഷ്ടിച്ചാൽ അവന്റെ കൈമുറിക്കാൻ അവന്റേതായ കരുത്ത് സാധ്യമല്ല. അവനെ അതിന് അനുവദിക്കുന്നില്ല. ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ നിയമപരമായ കാര്യങ്ങളിലൂടെ അതിന്റെ കാര്യങ്ങളെ നീക്കുകയും തെറ്റുകുറ്റങ്ങൾക്ക് പകരം ശിക്ഷ നൽകേണ്ടത് വ്യക്തിപരമായ ഓരോരുത്തരും ചെയ്യാൻ തുനിഞ്ഞുവെങ്കിൽ രാജ്യത്ത് മൊത്തം സമാധാനമുണ്ടാവുകയും അത് ഇസ്ലാമിന്റെ ലേബലിൽ കെട്ടിവെക്കുകയും ചെയ്യും എന്നത് തീർച്ചയാണ്. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം അതിന്റെ സമാധാനത്തിന്റെ പാത കാണിച്ചു തരുന്നു. നമ്മളോട് പ്രയാസങ്ങളോടും അതുപോലെ തന്നെ പ്രയാസപ്പെടുത്തുകയും മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടാകാം. അവർ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചവരല്ല, ഇസ്ലാമിനെ കുറിച്ച് അവർ മനസ്സിലാക്കിയവരല്ല. ആരാധനാലയത്തിൽ നിന്ന് ബാങ്കൊലി കേൾക്കുമ്പോൾ ആ ബാങ്കൊലിയെ കുറിച്ച് കേരളത്തിലെ ഒരു ജില്ലയുടെ കലക്ടർ MSMന്റെ സംസ്ഥാന സമ്മേളനത്തിൽ വന്ന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അക്ബർ ദി ഗ്രേറ്റ്, അക്ബർ ചക്രവർത്തി വലിയവനാണ് എന്ന് ഞാൻ എന്നും എന്റെ സമീപത്തുള്ള ആരാധനാലയത്തിൽ നിന്ന് കേൾക്കാറുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ വേദിയിലുള്ളവർ തിരുത്തിക്കൊണ്ട് പറഞ്ഞു, അല്ല കലക്ടറെ, ദൈവം തമ്പുരാൻ വലിയവന്, അക്ബർ ചക്രവർത്തി വലിയവനാണ് എന്നല്ലത്. ദൈവം തമ്പുരാൻ, ഏകനായ തമ്പുരാൻ അവൻ വലിയവനാകുന്നു എന്ന് മഹത്വപ്പെടുത്തലാകുന്നു.
എന്ന് മനസ്സിലാക്കി കൊടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ ചിന്താഗതി മാറുകയും തിരിച്ച് അതിനെ തെറ്റുതിരുത്തിക്കൊണ്ട് അദ്ദേഹം തന്നെ സംസാരിക്കുകയും ചെയ്തതിന് ആ സദസ്സ് മുഴുവൻ സാക്ഷിയായിരുന്നു. ഇത്തരത്തിലുള്ള അബദ്ധങ്ങളും അറിവില്ലായ്മ കൊണ്ടും ഇസ്ലാമിനെ ഏതെങ്കിലും തരത്തിൽ തെറ്റിദ്ധരിച്ചു പോകുന്നുവെങ്കിൽ അതിനെയൊക്കെ എതിർക്കുവാനും അത്തരത്തിലുള്ള സമാധാന രീതികൾക്ക് പകരം അവരെ കടന്നാക്രമിക്കുകയും അല്ലെങ്കിൽ കടാരി കുത്തിയിറക്കുകയും ചെയ്യുന്ന അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ അത് ഇസ്ലാമിന്റെ വളർച്ചയല്ല, മുസ്ലിം സമൂഹത്തിന്റെ ഹുങ്കിന്റെ പങ്കിനെ കുറിച്ച് മാത്രം സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ മാത്രമാണ് അത് ഉപകാരപ്പെടുക എന്നാണ്. കേരള മുസ്ലിംകൾക്കിടയിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് സംഘടനാപരമായി വ്യത്യസ്ത രീതികളിൽ നിന്നുകൊണ്ട് പരസ്പരം തർക്കിക്കുകയും കുതന്ത്രം നടത്തുകയും അതുപോലെ തന്നെ വാദപ്രതിവാദങ്ങളും ഖണ്ഡന മണ്ഡനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ മുസ്ലിം സമൂഹത്തെ നിലക്ക് നിർത്തേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ തീവ്രവാദ പ്രസ്ഥാനത്തിൽ അണിചേരണമെന്ന് പറയാറുണ്ട്. സഹോദര, ഓർക്കേണ്ടെന്ന ഒന്നുണ്ട്. ലോകത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്ന രക്ഷിതാവ്, ലോകർക്ക് മുഴുവൻ ഭക്ഷണം നൽകുന്ന രക്ഷിതാവ്, ലോകർക്ക് മുഴുവൻ വെള്ളം നൽകുന്ന രക്ഷിതാവ് ഇസ്ലാമിന്റെ മരച്ചുവട്ടിൽ ജനിക്കുകയും ഇസ്ലാമിന്റെ മരച്ചുവട്ടിൽ ജീവിക്കുകയും ഇസ്ലാമിന്റെ മരച്ചുവട്ടിൽ വളരുകയും ഇസ്ലാമിന്റെ മരച്ചുവട്ടിൽ വിശ്രമിക്കുകയും ഇസ്ലാമിന്റെ മരച്ചുവട്ടിൽ കഴിഞ്ഞുകൂടുകയും ചെയ്തതിനു ശേഷം ആ ഇസ്ലാമാകുന്ന വടവൃക്ഷത്തെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് തളർത്തിക്കഴിയുവാനും ചരിച്ചു കളയുവാനും ഉദ്ദേശിക്കുന്നവരോട് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് പറയാനുള്ള പ്രധാനമായ വാക്കുണ്ട്. ഇസ്ലാമിന്റെ സമാധാനത്തിന്റെ വാക്കിനെ നിങ്ങൾ ഉൾക്കൊള്ളുകയും വിശാലമായ പ്രവിശാലമായി ഒരുപാട് മനുഷ്യന്മാർക്ക് തണലേകാൻ മാത്രം കരുത്തും അതിൻ്റെതായ യശസ്സും ഉയർന്നു നിൽക്കുന്ന ഇസ്ലാമാകുന്ന വടവൃക്ഷത്തെ അതിന്റെ അടിത്തറയാകുന്ന ഏകദൈവ വിശ്വാസം സമൂഹത്തെ പഠിപ്പിക്കാൻ പ്രതിബദ്ധത കാണിച്ച ഇസ്ലാഹി പ്രസ്ഥാനത്തെ കുറ്റപ്പെടുത്തരുത്. പടച്ചതമ്പുരാന്റെ പരിശുദ്ധ ഖുർആനാകുന്ന പരിശുദ്ധ ഗ്രന്ഥത്തിലൂടെ സൂറത്തു നൂറിലൂടെ പഠിപ്പിച്ച ഒന്നുണ്ട്. ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്ന ഐക്യത്തിലൂടെയോ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്ന ഒരുമയിലൂടെയോ ഞാനും നിങ്ങളും കണ്ടുവച്ചിരിക്കുന്ന അതിൻ്റെതായ തനിമയിലോ പരലോകത്ത് രക്ഷയേകുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നില്ല. മുൻകാലത്ത് കഴിഞ്ഞുപോയ മനുഷ്യന്മാർക്ക് ഭൂമുഖത്ത് ആധിപത്യം നൽകിയതുപോലെ നിങ്ങൾക്കും ഞാൻ നൽകിയേക്കാം എന്ന് പടച്ചതമ്പുരാൻ കരാർ ചെയ്തിരിക്കുകയാണ്. അല്ലാഹു കരാർ ചെയ്തിരിക്കുകയാണ്. ആർക്ക് വിശ്വസിച്ചവർക്കും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചവർക്കുമാണ്. പക്ഷേ അതിൻ്റെതായ പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ അവർ എന്നോട് മാത്രമേ ആരാധന ചെയ്യൂ, അവരെന്നിൽ പങ്കു ചേർക്കുകയില്ല എന്ന കരാറിന്റെ ഉറപ്പ് വേണമെന്നാണ്. മുസ്ലിം സമൂഹം മമ്പോർത്തങ്ങളെ എന്ന സൂതികാകർമ്മിണിയുടെ വാക്ക് കേട്ട് ജനിക്കുകയും കഴുത്തിൽ ചരടും ഉറുക്കും നൂലും കെട്ടിക്കൊണ്ട് യുവത്വം പ്രാപിക്കുകയും നേർച്ച വഴിപാടുകൾ നടത്തുന്ന മമ്പുറന്തങ്ങളുടെയൊക്കെ നേർച്ച പരമ്പുകളിൽ ഇറച്ചി തൂക്കുന്ന യുവത്വം പ്രാപിക്കുകയും മൊഹീദ്ദീൻ ശൈഖ് എന്ന വിളിയോടുകൂടി പരലോകത്തേക്ക് യാത്രയാവുകയും ചെയ്യുന്ന ഒരു മുസൽമാന്റെ ജീവിതത്തിൽ അള്ളാഹു അവന് നൽകുക നരകാഗ്നിയുടെ ചൂടാണ് എന്ന് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് ഇഹലോകത്തുള്ള രക്ഷയും പരലോകത്തെ രക്ഷയും ഉദ്ദേശിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്യുന്നത് അത്തരത്തിലുള്ള പ്രബോധന പ്രവർത്തനങ്ങൾക്ക് മൈക്കിന്റെയും പെർമിഷൻ എടുത്തു കൊടുക്കേണ്ടുന്ന മുസ്ലിം സമുദായത്തിന്റെ സംരക്ഷകർ പലപ്പോഴും പെർമിഷൻ ക്യാൻസൽ ചെയ്യുവാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചഭ്യർത്ഥിക്കുന്ന വാക്കുകളിലൂടെ മുടങ്ങിപ്പോകുന്നു എന്നത് ഖേദകരമാണ്. ഇസ്ലാം സമാധാനത്തിന്റെ മതമാണെന്ന് പഠിപ്പിച്ച മഹാനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം എന്റെയും നിങ്ങളുടെയും മുമ്പിലുണ്ട്. കഅബയിൽ നിന്ന് മാറ്റപ്പെട്ട ഹജറുൽ അസ്വദ് വെക്കുന്ന സമയത്ത് കുടുംബ ഗോത്രങ്ങൾക്കിടയിലുള്ള തർക്കത്തിനിടയിൽ ആ തർക്കത്തെ തുടർന്നവർ വാദിച്ചു, കല്ലിനെ 4 കഷ്ണമാക്കി 4 മൂലയിൽ കൊണ്ടുപോയി ഞങ്ങൾ വെക്കും, ഞങ്ങൾ പരസ്പരം അടികൂടുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന സന്ദർഭത്തിലാണ് മഹാനായ തിരുദൂതർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നുകൊണ്ടൊരു തുണി വിരിക്കുന്നത്. ആ തുണിയിൽ ഹജറുൽ അസ്വദ് വെക്കുകയാണ്. ആ തുണിയുടെ 4 ഭാഗവും 4 പേരെ കൊണ്ട് പിടിച്ച് 4 ഗോത്രത്തലവന്മാരെ കൊണ്ട് പിടിപ്പിച്ച് ഐക്യത്തോടുകൂടി അവിടെ കല്ലെടുത്ത് വെപ്പിച്ച ആ ഒരുമയുടെ പ്രവാചകനാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സന്ദേശം മുന്നോട്ട് വന്നപ്പോൾ ആ ജനങ്ങൾക്കിടയിൽ പറഞ്ഞത് കുടുംബങ്ങൾ ഛിന്ന ഭിന്നമായി, ജ്യേഷ്ഠനുജന്മാർ തമ്മിൽ തെറ്റി, പിതാവിനെ കണ്ടുകൂടാത്ത മക്കളുണ്ടായി, മക്കളെ കണ്ടുകൂടാത്ത പിതാക്കന്മാരുണ്ടായി. പക്ഷേ അത്തരത്തിലുള്ള ഒരു ആശയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയം പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയാസമോ പ്രതിബന്ധമോ ഉണ്ടാകുമെന്ന് പേടിച്ചുകൊണ്ട് കല്ലിന്റെ കാര്യത്തിൽ ഒരുമിപ്പിച്ച പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കടുത്തിട്ട് അടിത്തണ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കാര്യത്തിൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം സമൂഹത്തിന്റെ ഐക്യത്തെയാണ് കാണുന്നത്. ഇത്തരത്തിലുള്ള സമീപനങ്ങൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സമൂഹം കേരളക്കരയിൽ ഇന്ന് ഐശ്വര്യ സമ്പൂർണമായ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് സാമ്പത്തികമായ ഭദ്രത മാത്രം കൊണ്ടല്ല, വിശ്വാസപരമായ കർമ്മം കൊണ്ടുമാണ്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസോ അള്ളാഹുവിന്റെ ഖൗലോ വ്യക്തമായി മനസ്സിലായാൽ ആ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ആരെയും കാത്തു നിൽക്കണ്ടാത്ത സ്വതന്ത്രമായ ഒരു അന്തരീക്ഷം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഉണ്ട്. ലോകത്ത് തന്നെയും അത്രയും ഒരുപാട് സ്വാതന്ത്ര്യമുള്ള രാജ്യങ്ങളുണ്ട്. പക്ഷേ മതചിന്തകൾക്കിടയിൽ മുസ്ലിം സമൂഹത്തെ ബാധിച്ചിരിക്കുന്നത് അറിവില്ലായ്മയാണ്. പരിശുദ്ധ ഖുർആനും
സുന്നത്തും പഠിക്കാതിരിക്കുകയും ഖുർആനിലെ 6600 ചില്ലാനം ആയത്തുകൾ പഠിക്കുകയും ചെയ്യേണ്ട മുസ്ലിം കേവലം 21 ആയത്തുകൾ മുറിച്ചെടുക്കുകയും ഏതെങ്കിലും ഒരു മെഴുകുതിരി വെളിച്ചത്തിൽ അവിടെ വെച്ച് ക്ലാസ് എടുക്കുകയും ഇരിക്കുന്നവൻ നിലത്തുനിന്ന് പൊങ്ങുകയും പൊങ്ങുന്നവൻ വീണ്ടും ഉയരുകയും ചെയ്തുകൊണ്ട് രോഷാഗ്നി വന്നുകൊണ്ട് അയൽപ്പക്കത്തെ മുസ്ലിമിനോടും മറ്റു ജാതിക്കാരനോടും ഒരു പ്രത്യേക രൂപത്തിൽ പെരുമാറുകയും പ്രത്യേക ശത്രുത പുലർത്തുകയും ചെയ്യുന്ന അന്തരീക്ഷം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് പ്രധാന കാരണം അറിവില്ലായ്മയാണ്. രണ്ടാമത്തത് മതപണ്ഡിതന്മാർ സത്യമായ മാർഗം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടവരാണ്. പക്ഷേ ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളുടെ അരികുപറ്റി ജീവിക്കുന്ന പണ്ഡിതന്മാർ, സംശയങ്ങൾ ചോദിക്കുന്ന സംശയ നിവാരണങ്ങൾക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കേണ്ട പണ്ഡിതന്മാർ അത്തരത്തിലുള്ള ആയത്തുകളുടെ കഷ്ണത്തെ മാത്രം എടുക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ ജനകീയമായ ഒരു ഗ്രന്ഥമാണ്. ആ ജനകീയ ഗ്രന്ഥം ഞാനും നിങ്ങളും പഠിക്കേണ്ടതാണ്. പക്ഷേ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ പോലും സാങ്കേതികമായി സംഘടനാപരമായി വേർതിരിക്കപ്പെട്ടിരിക്കുകയാണ്. വസ്അൽ മൻ അർസൽന, അത് ഇന്നവരുടെ ആയത്താണ്. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാ, അത് ഇന്നവരുടെ ആയത്താണ്. കണ്ടേടത്തെ വെച്ച് കൊല്ലുക, അത് ഇന്ന തീവ്രവാദികളുടെ ആയത്താണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അത് മുജാഹിദുകളുടെ ആയത്താണ്. ഇങ്ങനെ അള്ളാഹുവിന്റെ ആയത്തുകളെ മുസ്ലിം സമൂഹം മുഴുവനായി ഉൾക്കൊള്ളേണ്ടത് കേവലം ചില സാങ്കേതികമായ പദങ്ങളെ മുൻനിർത്തിക്കൊണ്ട് സമൂഹത്തിലെ വ്യക്തിപരമായും സംഘടനാപരമായും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ സമാധാനത്തിന്റെ വക്താക്കളെന്ന് അവകാശപ്പെടണമെങ്കിൽ പരിശുദ്ധ ഖുർആൻ നമ്മൾ പഠിച്ചേ തീരൂ. പരിശുദ്ധ ഖുർആനിന്റെ ഈ അധ്യാപനങ്ങൾ കേട്ടിട്ടും ഹദീസുകൾ നമ്മൾ പഠിച്ചിട്ടും ചിലരൊക്കെ തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ കാര്യങ്ങളിൽ അണിചേരുമ്പോൾ പറയാറുണ്ട്, അത് സാഹചര്യം എന്നെ അങ്ങനെ ആക്കി മാറ്റിയതാണ് എന്ന്. സുഹൃത്തെ, വ്യഭിചരിക്കുന്ന ഒരു സഹോദരനെ കണ്ടപ്പോൾ ചോദിക്കുകയാണ്, എന്താണ് ഇത്തരത്തിലാകാൻ? അത് സാഹചര്യം എന്നെ അങ്ങനെ ആക്കി മാറ്റിയതാണ്. നിന്റെ 8ാമത്തെ മകൻ കള്ളനാകാൻ എന്താണ് കാരണം? അവനെ സാഹചര്യം അങ്ങനെയാക്കുകയാണ്. സാഹചര്യത്തിനനുസരിച്ച് നീങ്ങാനല്ല നമ്മളോട് പഠിപ്പിച്ചത്. ഒരു ഗുഹാമുഖത്ത് കല്ല് വന്നടിഞ്ഞപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സ്വന്തം അമലുകളെടുത്ത് രക്ഷിതാവിനോട് വസീല തേടുന്ന സന്ദർഭം ഒരു മനുഷ്യൻ പറഞ്ഞത്, പടച്ചതമ്പുരാനെ ഒരു സാഹചര്യം എനിക്ക് കിട്ടി, അഥവാ അങ്ങേയറ്റം സുഖമാസ്വദിക്കാനുള്ള സാഹചര്യമാണ്. പക്ഷേ എല്ലാ സൗകര്യങ്ങളും ഒത്തുകിട്ടിയ ആരോരുമില്ലാത്ത ദിവസത്തിൽ ഞാൻ നിന്നെ ഓർത്തുകൊണ്ടാൻ മ്ലേച്ഛതയിൽ നിന്ന് ഞാൻ പിന്മാറി. അതാണ് സാഹചര്യങ്ങളല്ല നമ്മളെ ആക്കേണ്ടത്. സാഹചര്യത്തിൽ നിന്ന് പടച്ചതമ്പുരാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇങ്ങനെ നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സത്യത്തിന്റെ മാർഗത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലേണ്ടതുണ്ട്. സമാധാനമാകുന്ന മതത്തിന്റെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വന്നിരിക്കുക. ആ സമാധാനമാകുന്ന ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് കൂരമ്പുകളെ കൊണ്ടോ കടാരി കൊണ്ടോ അല്ല. കൂരമ്പുകളെ കൊണ്ടും കടാരി കൊണ്ടും ബോംബുകളെ കൊണ്ടും ഇസ്ലാമിന്റേതായ സന്ദേശം പകർത്തിക്കൊടുക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ പടച്ചതമ്പുരാൻ പ്രവാചകന്മാരായി കൂരമ്പുകളെയും കടാരിയെയും ബോംബിനെയും അയക്കുമായിരുന്നു. പകരം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെയുള്ള മനുഷ്യന്മാരെയാണ് അള്ളാഹു പ്രവാചകന്മാരായി നിയോഗിച്ചത്. ഹൃദയങ്ങളിൽ നിന്നുള്ള വാക്കുകൾ ഹൃദയങ്ങളിലേക്ക് എത്തും, മനുഷ്യരിൽ നിന്നുള്ള വാക്കുകൾ മനുഷ്യരിലേക്ക് സഞ്ചരിക്കുകയാണ്. ഇസ്ലാമാകുന്ന സന്ദേശത്തെ, സമാധാനത്തിന്റെ സന്ദേശത്തെ ബോംബുകളെ കൊണ്ട് എത്തിക്കാമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ മൗനജാഥക്ക് പോയവൻ ജാഥക്ക് ജയ് വിളിച്ചുകൊണ്ട് ശബ്ദമടഞ്ഞു പോയവനെ പോലെ എന്നല്ലാതെ പ്രത്യേകിച്ചൊരു ഗുണവും അതിൽ നിന്ന് നമുക്ക് ലഭിക്കാനില്ല. ഇസ്ലാമിന്റെ സന്ദേശങ്ങളെ കുറിച്ച് ഇത്തരത്തിലുള്ളതല്ലാത്ത സമാധാനത്തിന്റെ സന്ദേശമല്ലാത്തത് കേട്ട് പ്രചരിപ്പിക്കുകയോ മറ്റോ ചെയ്തതിന്റെ ഫലമായി ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നിങ്ങൾ കേൾക്കുക. താടി വെച്ചൊരു മനുഷ്യന് എയർപോർട്ടുകളിൽ നിന്ന് പോലും പുറത്തു കിടക്കാൻ കഴിയാത്ത സ്ഥിതി. ജോലി ചെയ്യുന്നവനെ താടി കണ്ടെത്തുന്നതോടുകൂടി അവനെക്കുറിച്ച് സംശയമാണ്. സ്വന്തം വീട്ടിലേക്ക് താടി വെച്ചവൻ കയറി ചെന്നാൽ അവനെക്കുറിച്ച് സംശയമായി. ആരാണ് ഇത്തരത്തിൽ എത്തിച്ചതെന്നതിന്റെ ഫലം ഞാനും നിങ്ങളും കണ്ടറിയേണ്ടിയിരിക്കുന്നു. മഹാനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നപ്പോൾ സ്വാഗതം ചെയ്തവരുണ്ടായിരുന്നു. ശത്രുക്കൾക്ക് പോലും പ്രവാചകനെ കുറിച്ച് എതിര് പറയാനില്ലായിരുന്നു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശ്വാസമാകുന്ന വാക്കുകൾ ആ പ്രവാചകനിൽ നിന്ന് കേൾക്കാൻ ജൂതന്മാർ മുത്തുനബിയുടെ അടുക്കൽ പോയി തുമ്മാറുണ്ടായിരുന്നു. എന്തിനായിരുന്നു? ജൂതനായ മനുഷ്യൻ തുമ്മിയാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ ആ പ്രവാചകന്റെ വാക്കിൽ നിന്ന് ഇർഹമുക്കുമുല്ലാഹ് എന്ന് കേട്ടാൽ എനിക്ക് രക്ഷ കിട്ടുമല്ലോ എന്ന് ആഗ്രഹിച്ചിട്ടായിരുന്നു അത്. ശത്രുക്കൾ പോലും ആശയപരമായി എതിരിട്ടവർ പോലും പ്രവാചകൻ താടി വെച്ച താടി നീട്ടിയ ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉൾക്കൊണ്ടുവെങ്കിൽ ഇന്ന് താടി വെച്ചവർ അതിൻ്റെതായ രൂപത്തിലല്ലാതെ ഇസ്ലാമികമായ അക്രമ പ്രവർത്തനങ്ങൾ ഇസ്ലാമികമാണ് എന്ന് പറഞ്ഞ് പരത്തിയത് കൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു.
ചോദിക്കുകയാണ്. നിയമപാലകൻ കടന്നു പോകുമ്പോൾ, ഒരു താടി വെച്ചവൻ വാഹനമൊട്ടുമ്പോൾ അവനെ തെറ്റിദ്ധരിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ഒരു ക്ലാസ്സിലേക്ക് ക്ഷണിച്ചുകൊണ്ട് 12 വയസ്സായ ഒരു കുട്ടിയെ MSM പ്രവർത്തകന്മാർ വീട്ടിൽ പോയി ക്ഷണിച്ചു. ആ കുട്ടിയുടെ അമ്മ പറഞ്ഞത് അവനെ തീവ്രവാദിയാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. പരിശുദ്ധ ഗ്രന്ഥത്തിന്റെ കുഴപ്പമല്ല, മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുഴപ്പമല്ല. പ്രവാചകൻ പഠിപ്പിച്ചത് ജൂത സ്ത്രീ തന്റെ തലയിലൂടെ സ്ഥിരമായി ചപ്പുചവറുകൾ വാരിയിട്ടു. പ്രവാചകൻ അതിനെതിരെ പ്രതികരിച്ചത് കടാരി കൊണ്ടല്ല, പ്രവാചകൻ അതിനെതിരെ പ്രതികരിച്ചത് യോഗം കൊണ്ടല്ല, പ്രവാചകൻ അതിനെതിരെ പ്രതികരിച്ചത് ഏതെങ്കിലും തരത്തിലുള്ള നിഗൂഢ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാവുന്ന ചാരണയച്ചുകൊണ്ടല്ല. ആ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. അസുഖം ബാധിച്ച് കിടക്കുന്ന സ്ത്രീയെ സമീപിക്കുകയാണ്. ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് ബാധിച്ചത്? അസുഖം ബാധിച്ചു. ശമനത്തിന് വേണ്ടി പറയുന്നു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ നല്ല സമീപനത്തിൽ നിന്ന് ഇസ്ലാമിന്റെ കാരുണ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുകയാണ്. മുസ്ലിങ്ങളെ പരിചയപ്പെടുന്നതിന്റെ മുമ്പ് നാഥ, ഇസ്ലാമിനെ പരിചയപ്പെടുത്തി തന്ന നാഥ, നിനക്കാകുന്നു സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ട് എയർപോർട്ടിൽ വന്നിറങ്ങിയ ഒരു മുസ്ലിം സഹോദരനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അൽഹംദുലില്ലാ പറഞ്ഞ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് അൽഹംദുലില്ലാ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, നാട്ടിൽ പോയി മുസ്ലിങ്ങളെ പരിചയപ്പെടുന്നതിന്റെ മുമ്പ് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി തന്ന നാഥ, നിനക്കാകുന്നു സർവസ്തുതിയും എന്നാണ്. ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ നമ്മൾ മറ്റു മാർഗങ്ങളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ്. വീടിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചത് മസ്കൻ എന്നാണ്, സമാധാനത്തിന്റെ ഗേഹമെന്നാണ്. ഇസ്ലാം ലോകത്തെ തന്നെ പഠിപ്പിക്കുന്നത് ഇസ്ലാമും യഥാർത്ഥത്തിൽ ഒരു സമാധാനത്തിന്റെ ഗേഹമാണ്. ഒരുമയോടുകൂടി കഴിയുന്ന മറ്റു മതവിഭാഗങ്ങൾ ഉണ്ടാകാം, മറ്റു ജാതിക്കാരനുണ്ടാകാം. പക്ഷേ ലോകത്ത് തന്നെ കറുത്ത വർഗക്കാരന് വേണ്ടി വാദിച്ച മനുഷ്യന്മാരുണ്ട്. പക്ഷേ അവരൊക്കെ കറുത്തവരായിരുന്നു. കറുത്തവർക്ക് വേണ്ടി വാദിച്ചത് കറുപ്പായി എന്നതുകൊണ്ട് ഒരുപാട് പീഡനങ്ങൾ സഹിച്ച മാർട്ടിൻ ലൂതർ കിങ് അക്കൂട്ടത്തിലായിരുന്നു, അംബേദ്കർ അക്കൂട്ടത്തിലായിരുന്നു. പക്ഷേ വെളുത്ത് അങ്ങേ അറ്റം സൗന്ദര്യമുള്ള, അങ്ങേ അറ്റം മുഖത്ത് അതിൻ്റെതായ പുഞ്ചിരി വിടർത്തി ലോകം തന്നെ ആ സൗന്ദര്യത്തിൽ അംഗീകരിക്കപ്പെടുന്ന മുത്ത് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കറുത്ത ജാതിക്കാരൻ അംഗീകാരം നൽകുകയാണ്. എന്താണ്? ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. നിങ്ങളിൽ സൂക്ഷ്മത പുലർത്തുന്നവൻ അവനാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും അംഗീകരിക്കപ്പെടുന്നവൻ. എല്ലാവരും ആണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടതാണ്. മാത്രമല്ല, വർഗീയതയുടെ പേരിൽ ആളെ കൂട്ടുന്നവൻ എന്റെ കൂട്ടത്തിൽപ്പെട്ടതല്ല, വർഗീയതയ്ക്ക് വേണ്ടി ക്ഷണിക്കുന്നവൻ എന്റെ കൂട്ടത്തിൽപ്പെട്ടതല്ല, വർഗീയതയുടെ പേരിൽ കോപിക്കുന്നവൻ. എന്താണ് നിന്റെ മുഖത്തൊരു ദേഷ്യം? എന്താണ് മുഖത്തൊരു ദേഷ്യം? എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു അക്രമം നടന്നാൽ തൊട്ടയൽപ്പക്കത്തെ രാജനെയോ രാഘവനെയോ കൊലപ്പെടുത്താൻ ഇസ്ലാം പഠിപ്പിച്ചില്ല. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. നിങ്ങളുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു സഹോദരിയെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ബലാത്സംഗം ചെയ്താൽ ഉടനെ അവന്റെ വീട്ടിലേക്ക് ബലാത്സംഗം ചെയ്യാൻ ഇറങ്ങി പുറപ്പെടലല്ല ഇസ്ലാം പഠിപ്പിച്ച മതം. ഇത്തരത്തിലുള്ള സമാധാനത്തിന്റെ അന്തരീക്ഷത്തെയാണ്. മാത്രമല്ല, അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവരുടെ ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ചീത്ത പറയാൻ പാടില്ല. പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണ്. അതിന് അല്ലാഹു തന്നെ ഉത്തരം പറഞ്ഞത്, നിങ്ങൾ അല്ലാഹു അല്ലാതെ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ ചീത്ത വിളിച്ചാൽ യഥാർത്ഥമായ രക്ഷിതാവിനെ, ആരാധ്യനെ അവർ ചീത്ത പറയുമെന്നാണ്. എന്തുകൊണ്ടാണ്? ആരാധ്യനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ആരാധ്യനെ ചീത്ത പറയാൻ പഠിപ്പിച്ചില്ല. മറ്റുള്ളവർ ആരാധന ചെയ്യുന്നത് അപകടകരമാണെന്നറിയാം. അരുത്, ചെയ്യരുത്, ആരാധിക്കരുത്, പാപമാണ്, കുറ്റമാണ്, പരലോകത്ത് രക്ഷ കിട്ടുകയില്ല എന്ന് നമുക്ക് ഉപദേശിക്കാം. പക്ഷേ ആക്ഷേപിക്കരുതെന്ന് പറഞ്ഞു. പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്. പക്ഷേ മുസ്ലിം സമൂഹത്തിൽ നിന്ന് തന്നെ അള്ളാഹുവിനെ കുറ്റം പറഞ്ഞാൽ പോലും ഉള്ളു തറക്കാത്തവർ, ഉള്ളിലേക്ക് വിഷമമില്ലാത്തവർ, ഏതെങ്കിലും ഒരു വ്യക്തിയെ പറഞ്ഞാൽ അതിന്റെ പേരിൽ വിഷമിക്കുന്നവനുണ്ട്. മഹാനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞാൽ വിഷമമില്ലാത്തവർ, ഏതെങ്കിലും നാട്ടിൽ കുളിക്കാത്ത, അലക്കാത്ത, പല്ലുതേക്കാത്ത മനുഷ്യന്മാരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിൽ അങ്ങേയറ്റം രോഷം വരികയും മുഖത്ത് കരിവാളിച്ചു പോകുന്നതും കാണാം. ഇസ്ലാമികമായ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുവാനും അത് ശ്രമിക്കുകയും നമ്മൾ ചെയ്യണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. മതം അത്രയും ഉന്നതമായ ഒരു സന്ദേശമാണ്. ആരെങ്കിലും ആളെ കൂട്ടാനുള്ള മതമല്ല. പടച്ചതമ്പുരാൻ നമ്മളെ പഠിപ്പിച്ചിടത്ത് ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല. ഒരാളെ പിടിച്ചുകൊണ്ടുവരേണ്ടതില്ല. കാരണം പിടിച്ചുകൊണ്ട് പരസ്യം നൽകിക്കൊണ്ട് ഞങ്ങളുടേതായ ഇത് ഉത്തമമാണ്, അങ്ങനെയാണ്, ഇതിനങ്ങനെയില്ല, ഇങ്ങനെയില്ല എന്നൊക്കെ പരസ്യം നൽകേണ്ടതല്ല. ഉദ്ഉ ഇലാ സബീലി റബ്ബിക്,
രക്ഷിതാവിന്റെ മാർഗത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കുക. ബിൽ ഹിക്മത്ത്, പടച്ചതമ്പുരാന്റേതായ തെളിവുകളും മഹാനായ റസൂലിന്റെ ചര്യയും കൊണ്ട്, പ്രമാണങ്ങളെ കൊണ്ട് ക്ഷണിക്കാനും സോപ്പിട്ടുകൊണ്ടോ മറ്റുള്ള രീതിയിലോ ചായ കൊടുത്തോ പഞ്ചസാര കൊടുത്തോ അരി കൊടുത്തോ വീട് കൊടുത്തോ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നാൽ വീട് പൊളിഞ്ഞാൽ അവൻ മറ്റു മതത്തിലേക്ക് ചാടിപ്പോകുന്നതാണ്. അത്തരത്തിലുള്ള ഒരു പിടിവള്ളിയെ അല്ല ഇസ്ലാം കാണുന്നത്. മറിച്ച് പകരമായി കാണുന്നത് സദുപദേശം, നല്ലതായ കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക, ഇസ്ലാമിനെ കുറിച്ച് കേൾക്കാൻ, ഇസ്ലാമിനെ കുറിച്ച് താല്പര്യപൂർവ്വം കേൾക്കാൻ, അതിനെക്കുറിച്ച് അറിയാൻ ആളുകൾ താല്പര്യത്തോടുകൂടി വന്നുകൊണ്ടിരിക്കെ അത്തരത്തിലൊരു സന്ദർഭത്തിൽ ഒരു മുസ്ലിം ബോംബിട്ടുവെന്ന് കേട്ടാൽ അവൻ അതിൽ നിന്ന് അകന്നു പോവുകയാണ്. അതിന്റെ കുറ്റം എനിക്കും നിങ്ങൾക്കുമാണ്, അതിന്റെ പാപം എനിക്കും നിങ്ങൾക്കുമാണ്. ആ മനുഷ്യൻ എങ്ങനാണ്ട് മതം മനസ്സിലാക്കാതെ പോയാൽ പരലോകത്ത് ചെന്ന് ചോദിക്കുകയാണ്, എന്താണിത് മനസ്സിലാക്കാതെ പോയത്? നാഥാ, ഞാൻ അതിന് ചെന്നിരുന്നു, ഞാൻ അവരുടെ മതം നല്ലതാണെന്ന് കേട്ടപ്പോൾ ഞാൻ ചെന്നു നോക്കി, പക്ഷേ അവൻ തന്നെയായിരുന്നു പാതിരാവിൽ എന്റെ തൊട്ടടുത്ത് നിവസിക്കുന്നവന്റെ മേൽ ബോംബെറിഞ്ഞത് എന്ന് കേട്ടാൽ അതിന്റെ കുറ്റം നമുക്കാണ്. അത്തരത്തിലുള്ളവരാകാതിരിക്കാൻ ശ്രമിക്കുക. കാര്യങ്ങൾ കേൾക്കുകയും പരിശുദ്ധ ഖുർആൻ മുഴുവനും പഠിക്കുക. ഏതെങ്കിലും ഭാഗത്ത് നിന്ന് കഷ്ണം മാത്രം പഠിച്ച് ചൂടായി നടന്ന് കയ്യിലൊരു ബോംബും കയ്യിലൊരു കടാരിയുമായി മനസ്സിൽ അതിലേറെ വലിയ ആറ്റം ബോംബുമായി നടക്കുന്ന ഒരു മുസൽമാനെയല്ല ഇസ്ലാം കാണുന്നത്. പകരം സമാധാനത്തിന്റെ മതമാകുന്ന പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിലാണ് നമ്മളെ പഠിപ്പിച്ചത്. അയൽവാസിയായ ജൂതന്റെ അടുക്കൽ പണയം വെച്ചിട്ടാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പോയത്. എന്റെ സമൂഹത്തിൽ ഒരു ചരിത്രമായി നിലനിൽക്കും, ലോകന്ത്യം വരെ ആ ചരിത്രം നിലനിൽക്കും. റസൂൽ അതിൽ ഒരു മോശം കണ്ടില്ല. ജൂതന്റെ കയ്യിൽ പണയം വെക്കുകയോ, അത് വർഗീയവാദത്തിലേക്ക് എത്തുന്നതല്ലേ, അത് ചെയ്യേണ്ടതല്ലേ, ഞാനത് മാറ്റേണ്ടതല്ലേ, ഒരു മുസൽമാനെ തരയേണ്ടതല്ലേ എന്നൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആലോചിച്ചില്ല. കാരണം മുത്ത് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്കതിൻ്റെതായ മതം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒരു മുസ്ലിമും ഒരു ജൂതനും പ്രവാചകന്റെ അടുക്കൽ വിധി കേൾക്കാനെത്തിയപ്പോൾ ജൂതനായ മനുഷ്യന് അനുകൂലമായി പ്രവാചകൻ വിധി പ്രഖ്യാപിക്കുകയാണ്. അതിനെ തുടർന്നുള്ള സംഭവങ്ങൾ പരിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നു. നോക്കൂ നിങ്ങൾ, നീതിയാണ് പ്രധാനം. ആരാണ് ചെയ്യുന്നതല്ല, അക്രമം ചെയ്യുന്നത് മുസ്ലിം ആകട്ടെ, ഹിന്ദു ആകട്ടെ, മറ്റേത് വിഭാഗക്കാരനാകട്ടെ, ജാതിക്കാരനാകട്ടെ, എന്ത് ചെയ്യണം? നിങ്ങൾ നല്ലതിനോടെ സഹകരിക്കാവൂ. ചിത്തക്കാര്യത്തോട് നിസ്സഹകരണം പ്രഖ്യാപിച്ചേ പറ്റൂ. ഏതെങ്കിലും ഒരു അക്രമ സംഭവം നടന്നാൽ റൂമിലിരുന്നു കൊണ്ട് പറയരുത്, ഏതായാലും അത് നന്നായി, കുറച്ചൊക്കെ വേണ്ടതായിരുന്നു. നാം ആ കണ്ണിയിലാണ്, നാം അതിന്റെ അംശത്തിലാണ്, നമ്മളുടെ വിശ്വാസത്തിൽ അതുണ്ട്, പറയരുത്. നാഥാ, അക്രമം ചെയ്ത മനുഷ്യന്മാർക്ക് പുറത്തു കൊടുക്കണേ. ആരാണ് പഠിപ്പിച്ചത്? പ്രവാചകന്റെ കുടുംബത്തിലുള്ളവർ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരണം കിട്ടുമെന്ന് കരുതിക്കൊണ്ട് കടന്നു ചെന്നു. പ്രവാചകന് കിട്ടിയത് കല്ലുകൊണ്ടുള്ള സ്വീകരണമായിരുന്നു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിൽ തറച്ചു മുറിവാക്കി, മുറിവിലൂടെ രക്തം മുറ്റിത്തൊഴുകി. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചെന്ന് ചോദിച്ചു പ്രതികാരമെടുക്കാൻ. ഞാനും നിങ്ങളുമായിരുന്നുവെങ്കിൽ, തീവ്രവാദ പ്രസ്ഥാനത്തിൽ ഞാനൊരു മെമ്പറായിരുന്നുവെങ്കിൽ, നിങ്ങളൊരു മെമ്പറായിരുന്നുവെങ്കിൽ നമുക്കതല്ലാത്തൊരു മറുപടി ഇല്ലായുമായിരുന്നു. നമ്മൾ പറയുമായിരുന്നു, തീർച്ചയായും എങ്ങനെയാണോ നശിപ്പിച്ചു കളയുക, ഏതെങ്കിലും ചെയ്തിട്ടെങ്കിലും അവരെ ഉന്മൂലനം ചെയ്തേ പറ്റൂ, ത്വാഇഫി ജനത നിലനിൽക്കരുതെന്ന് പറയും. പക്ഷേ നമ്മളെപ്പോലെയല്ലല്ലോ മുത്തുനബി, മുത്ത് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെപ്പോലെയല്ലല്ലോ, ശ്രേഷ്ഠനല്ലേ, അള്ളാഹു സ്വഭാവത്തെ തെരഞ്ഞെടുത്തു പറഞ്ഞയച്ചതല്ലേ. ആ റസൂലുള്ള പറഞ്ഞു, പടച്ച തമ്പുരാനെ, അറിവില്ലാത്ത ജനതയാണ്, അല്ലാഹുവേ നീ അവർക്ക് പുറത്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുപ്രഭാതം മുതൽ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലാഹുവിനെ ഓർത്ത്, അത് കഴിഞ്ഞ് വീട്ടിൽ നിന്നുമ്പോൾ അല്ലാഹുവിനെ ഓർത്ത്, ഓഫീസിലെത്തുമ്പോൾ അല്ലാഹുവിനെ ഓർത്ത്, ഭക്ഷണം കഴിക്കുമ്പോൾ ഓർത്ത്, ഉച്ചക്കോർത്ത്, 4 മണിക്കോർത്ത്, 6:30 മണിക്ക് മഗ്‌രിബിനോർത്ത്, ഇശാക്കോർത്ത്, വൈകുന്നേരം കടക്കുമ്പോൾ ബെഡിലേക്ക് പോകുമ്പോൾ അല്ലാഹുവിനെ ഓർക്കുന്ന ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് തീവ്രവാദിയാകാൻ സാധിക്കുക? എങ്ങനെയാണ് ഭീകരവാദിയാകാൻ സാധിക്കുക? ഇല്ല സോദരാ, ഇല്ല. നമ്മൾ ആരാധന ചെയ്യുക, നമ്മൾ കൃത്യമായി പുലർത്തുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, മനസ്സലിവുള്ളവനാവുക. ഇസ്ലാമിന്റെ സന്ദേശം എന്നിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്, നിങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതങ്ങനാണ്ട് ഒരാൾക്ക് എത്തിച്ചു കൊടുക്കാതെ നമ്മൾ മരണപ്പെട്ടു പോയാൽ നമ്മളുടെ പേരിൽ അവൻ അവിടെ രേഖപ്പെടുത്തി വെക്കും, എനിക്കെത്തിച്ചു തന്നിട്ടില്ല എന്ന്. അപ്പോൾ ഇസ്ലാമികമായ ശാന്തമായ സമാധാനത്തിന്റെ വഴിവെക്കുകളിലൂടെ നടക്കുക. ദേഷ്യപ്പെട്ട് നടക്കരുത്.
ദേഷ്യപ്പെട്ട് നടക്കരുത്. ദേഷ്യപ്പെട്ട് നടന്നാൽ ഇസ്ലാമിന്റെ സമാധാനത്തിന്റെ തളിരുകൾ കാണാൻ സാധ്യമല്ല. അതാണ് പലർക്കും സംഭവിച്ചിരിക്കുന്നത്. സമാധാനത്തിന്റെ തളിരുകളും ഇലകളും പുഷ്പങ്ങളും വിടർന്നു നിൽക്കുന്ന ആ വീതിയിലൂടെ നടന്നുപോയി സമാധാനത്തിന്റെ ലോകമാകുന്ന പരലോകത്തെ പുൽകുവാൻ, സ്വർഗം പോകുവാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. അള്ളാഹുവേ, തീവ്രവാദ സന്ദേശങ്ങളിൽ നിന്ന് നാഥ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ. അകപ്പെട്ടു പോയിരിക്കുന്ന യുവതലമുറയെ നാഥ അത്തരത്തിലുള്ള സമീപനങ്ങളിൽ നിന്ന് രക്ഷിതാവേ നീ രക്ഷപ്പെടുത്തണമേ. അതിനുപയോഗിക്കുന്ന സമ്പത്തും അതിനുപയോഗിക്കുന്ന ശക്തിയും രക്ഷിതാവേ ഇസ്ലാമിക ദഅവത്തിന്റെ മാർഗത്തിൽ തിരിച്ചുവിടാൻ നാഥ നീ തൗഫീഖ് ചെയ്യണമേ. അല്ലാഹുമ്മ ഗഫൂർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖലീൽ ഹജാത്ത് വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.